നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. പെഗാസസ് ഫോൺ ചോർത്തലിലും കർഷക സമരത്തിലും ഇന്നും പാർലമെന്റ് സ്തംഭിച്ചു. ഫോൺ ചോർത്തൽ ചാരപ്പണിയിൽ രാജ്യത്തിൻ്റെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഇന്നും വ്യക്തമായ ഉത്തരം സർക്കാർ നൽകിയിട്ടില്ല. സർക്കാർ മനോഭാവം അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് പ്രതിപക്ഷം. പെഗാസസ് ഫോൺ ചോർത്തൽ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. സഭ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള അടിയന്തര പ്രമേയ നോട്ടീസുകൾ തള്ളിയതോടെയാണ് പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിച്ചത്. നീതി ആയോഗിലെയും പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഒരു ജൂനിയർ ഉദ്യോഗസ്ഥൻ്റെയും ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ PAയുടെയും 2G സ്പെക്ട്രം കേസ് അന്വേഷിച്ച എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ രാജേശ്വർ സിംഗിൻ്റേതുമടക്കം നിരവധി പേരുടെ ഫോൺ ചോർത്തൽ വിവരങ്ങളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്നത്. അതേസമയം പെഗാസസ് ഫോൺ ചോർത്തലിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു മമതാ സർക്കാർ, ബംഗാൾ സർക്കാർ. രാജ്യത്തെ ചോർത്തുമ്പോൾ ചർച്ച ചെയ്യേണ്ട ഇടമല്ലേ പാർലമെന്റ്? ഇതാണ് ഉയരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്കും നിരീക്ഷണത്തിലേക്കുമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പോകുന്നത്. അതിനു മുമ്പ് പ്രധാന വാർത്തകൾ. കൊടകര കള്ളപ്പണം BJPയുടേതെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. കള്ളപ്പണ ഇടപാട് കെ സുരേന്ദ്രന്റെ അറിവോടെ. കേസിൽ സാക്ഷികളും പ്രതികളായേക്കും. BJPക്ക് വേണ്ടി പ്രതിപക്ഷം നിയമസഭയിൽ വാദിക്കുന്നത് നാണക്കേടെന്ന് മുഖ്യമന്ത്രി. കേന്ദ്രത്തിന്റെ ഫോൺ ചോർത്തലിലും കർഷക സമരത്തിലും പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ജീവനക്കാരുടെയും ഫോൺ ചോർത്തി. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് ബംഗാൾ സർക്കാർ. പൗരന്മാരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് ജോൺ ബ്രിട്ടാസ് MP. സംസ്ഥാനത്ത് വാക്സിൻ ക്ഷാമം രൂക്ഷമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കേരളത്തെ വിമർശിക്കുന്ന V മുരളീധരൻ ആവശ്യത്തിന് വാക്സിൻ ലഭ്യമാക്കാനാണ് ശ്രമിക്കേണ്ടതെന്നും മന്ത്രി. ഇന്ന് 11,586 പേർക്ക് കോവിഡ്, 135 മരണം. TPR നിരക്ക് 10.59%. 3 പേർക്ക് കൂടി സിക്ക. കേന്ദ്ര നേതൃത്വം പുറത്താക്കും മുമ്പ് രാജി പ്രഖ്യാപിച്ച് കർണാടക മുഖ്യമന്ത്രി യെദിയൂരപ്പ. തീരുമാനം BJPയിൽ ഗ്രൂപ്പ് പോര് രൂക്ഷമായതിനെ തുടർന്ന്. യെദിയൂരപ്പയെ വീഴ്ത്തിയത് കോവിഡ് കൈകാര്യം ചെയ്തതിലെ വീഴ്ചയും ഭരണത്തിലെ മകന്റെ ഇടപെടലും. കരുവന്നൂർ ബാങ്ക് ക്രമക്കേടിൽ പാർട്ടിതല നടപടിയുമായി CPIM. ബാങ്ക് പ്രസിഡന്റ് ഉൾപ്പെടെ 4 പേരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. 5 പേർക്ക് സസ്പെൻഷൻ. 2 ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ ഒഴിവാക്കി. ഏരിയ ലോക്കൽ സെക്രട്ടറിമാരെയും സ്ഥാനത്തു നിന്നും നീക്കി. ബത്തേരി സഹകരണ ബാങ്ക് അഴിമതി സ്ഥിരീകരിച്ച് DCC നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ. ആരോപണം ഉന്നയിക്കുന്നവരെ സമ്മർദ്ദത്തിൽപ്പെടുത്താനാണ് ശ്രമമെന്ന് കമ്മീഷൻ. IC ബാലകൃഷ്ണൻ MLAയുടെ രാജി ആവശ്യപ്പെട്ട് CPIM മാർച്ച്. ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്നും ഇന്ത്യക്ക് നിരാശയുടെ ദിനം. ഹോക്കിയിലും ടേബിൾ ടെന്നീസിലും ബോക്സിംഗിലും തോൽവി. സജൻ പ്രകാശ് സെമി കാണാതെ പുറത്ത്. മീരാബായ് ചാനുവിന് പോലീസിൽ ASP-ആയി നിയമനം നൽകി മണിപ്പൂർ സർക്കാർ. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ V ശിവദാസൻ MP, അഡ്വക്കേറ്റ് രശ്മിത രാമചന്ദ്രൻ, പ്രൊഫസർ AG ജോർജ്, രാഷ്ട്രീയ നിരീക്ഷകൻ. ശ്രീ ശിവദാസൻ MP, ഇന്നും പെഗാസസ് തന്നെ. ഇന്നത്തെ ലോക്സഭ രാജ്യസഭാ വാർത്തകളൊക്കെ കാണുന്ന ഒരാളെ സംബന്ധിച്ച് വളരെ ചുരുക്കത്തിൽ മനസ്സിലേക്ക് വരുന്ന ഒരു പൊതുവിലയിരുത്തൽ ഇതാണ്: ഇന്നും പെഗാസസ് തന്നെ. 2 സഭകളിലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്നുണ്ടായ പ്രശ്നങ്ങളുടെയും നിലപാടുകളുടെയും അടിസ്ഥാനത്തിൽ താങ്കൾ എന്താണ് വിശദീകരിക്കുക? ഭരണപക്ഷ നിലപാട്, അതിനോട് അനുബന്ധമായി കടുപ്പിച്ച നിലപാട് പ്രതിപക്ഷവും സ്വീകരിക്കുകയായിരുന്നു. ചോദ്യങ്ങൾക്കുത്തരമില്ലെങ്കിൽ സഭ നടത്തിക്കൊണ്ടുപോകാൻ അനുവദിക്കില്ല, അത് അംഗീകരിക്കാനാവില്ല. ഇതാണോ ഇന്ന് പൊതുവിൽ സംഭവിച്ചത്? ഒരു ജനാധിപത്യ ക്രമത്തിൽ സ്വീകരിക്കേണ്ടുന്ന ചില മാന്യതകളും മര്യാദകളുമുണ്ട്. ഇന്ത്യ എന്നുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ രാജ്യമാണ്. ആ ജനാധിപത്യ സംവിധാനത്തിലെ ഏറ്റവും മഹോന്നത സ്ഥാനം എന്ന് നാം പറയുന്ന പാർലമെൻറ്റിൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ ഉൾപ്പെടെ ഉന്നയിച്ച ചോദ്യങ്ങളിൽ നിന്ന് എങ്ങനെ ഒളിച്ചോടാമെന്നാണ് ഇന്ത്യയുടെ ഭരണ നേതൃത്വം ആലോചിച്ചത്. പെഗാസസ് എത്രമേൽ തീവ്രമായ വിഷയമാണ് എന്നുള്ളത് വിശദീകരണം ആവശ്യമില്ലാത്ത ഒന്നാണ്.
പെഗാസസിൻ്റെ മുകളിൽ രാജ്യസഭയിലും ലോകസഭയിലും പ്രതിപക്ഷം ഒന്നടങ്കം ചർച്ച ആവശ്യപ്പെടുകയുണ്ടായി. സഭാ നടപടികൾ തുടങ്ങുന്ന വേളയിൽ തന്നെ മറ്റ് നടപടികളിലേക്ക് കടക്കാതെ പ്രസ്തുത വിഷയത്തിൽ അടിയന്തര ചർച്ച വേണമെന്ന് ഞാൻ ഉൾപ്പെടെയുള്ള MP-മാർ ആവശ്യപ്പെട്ടു. ഞങ്ങൾ അത് പ്രത്യേകമായി എഴുതി നൽകുകയും ചെയ്തു. എന്നാൽ ഉണ്ടായിട്ടുള്ള സംഭവം എന്തെന്ന് വെച്ചാൽ ആ ചർച്ച എങ്ങനെ ഒഴിവാക്കാം എന്നാണ് കേന്ദ്ര സർക്കാർ ആലോചിച്ചത്. അവിടെ ഈ വിഷയത്തിൽ പ്രസ്തുത വിഷയത്തിൽ പ്രതികരിക്കാൻ ശ്രമിച്ചത് തന്നെ നിലവിലുള്ള IT മിനിസ്റ്ററാണ്. ഇത് കേവലം IT വകുപ്പുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സാങ്കേതിക പ്രശ്നത്തിൻ്റെ മുകളിൽ ഉള്ള ഒരു വിഷയമല്ല, മറിച്ച് രാജ്യത്തിലെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശവുമായി ബന്ധപ്പെട്ട പൗരാവകാശവുമായി സ്വാതന്ത്ര്യവുമായി സ്വകാര്യതയുമായി ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ളൊരു വിഷയമാണ്. ഈ വിഷയത്തിൽ സമഗ്രമായ ചർച്ചയും അതിന് മുകളിൽ ശരിയായ ഒരു തീരുമാനവും സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണവും ഏറ്റവും അത്യാവശ്യമാണ് എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് ഈ പെഗാസസിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് ഈ പെഗാസസ് എന്ന ആയുധത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് അതെങ്ങനെയെല്ലാമാണ് ആളുകളെ ബാധിച്ചിട്ടുള്ള വിശദാംശത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്താണ്? ജനാധിപത്യ രാജ്യത്തിൻ്റെ അടിത്തറ ഇളക്കുന്ന നിലയിലുള്ള പ്രവർത്തനമാണ് ഉണ്ടായത്. അതിൽ കർഷക നേതാക്കന്മാർ വന്നു, വിദ്യാർത്ഥി നേതാക്കന്മാർ വന്നു, ഇന്ത്യയിൽ എക്സിക്യൂട്ടീവിൻ്റെ ജുഡീഷ്യറിയുടെ മാധ്യമ മേഖലയിൽ ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഈ ആയുധ പ്രയോഗത്തിന് വിധേയരാക്കപ്പെട്ടു എന്നുള്ളതാണ് നാം കണ്ടിട്ടുള്ള കാര്യം. ഇത് സംബന്ധിച്ച് ഇന്ത്യയിൽ ഏറ്റവും ആദ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വയറാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അതിനകത്ത് റിപ്പോർട്ട് വന്നതിന് ശേഷം മറ്റു മാധ്യമങ്ങളൊക്കെ അത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ മാധ്യമ സ്ഥാപനത്തിൻ്റെ ഓഫീസ് റെയ്ഡ് നടത്തി. ദൈനിക് ജാഗരൻ ഇന്ത്യയിൽ ഹിന്ദി പത്രങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വായനക്കാരുള്ള പത്രസ്ഥാപനമാണ്. അവരുടെ 31 ഓഫീസുകളിലാണ് റെയ്ഡ് നടത്തിയത്. ഈ സർക്കാരിനെ വിമർശിച്ച് ഒരു ചെറിയ കുറിപ്പെങ്കിലും എഴുതിപ്പോയാൽ ആ മാധ്യമങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നു, സംസാരിക്കുന്ന വ്യക്തികൾക്കെതിരെ നടപടിയെടുക്കുന്നു, അവരെ വേട്ടയാടുന്നു. ഇതൊക്കെ നാം കാണുകയാണ്. അപ്പോൾ പെഗാസസിൻ്റെ തുടർച്ചയാണിത്. ഒരാളെ സർവൈലൻസിൻ്റെ കീഴിലൂടെ കീഴ്പ്പെടുത്തി ആ കീഴ്പ്പെടുത്തലൂടെ തനിക്ക് ഇനിയും ഭരിക്കാൻ മസിൽ പവർ കാണിച്ചുകൊണ്ട് ഈ രാജ്യത്തിലെ ജനാധിപത്യത്തെ കീഴടക്കാൻ, അതുവഴി രാജ്യഭരണം ഇനിയും കാൽക്കീഴിലാക്കുന്നതിന് വേണ്ടിയുള്ള തീവ്ര ശ്രമമാണ് നടത്തുന്നത്. ജനാധിപത്യ സംവിധാനങ്ങളെ തകർക്കാൻ നോക്കുന്നു. സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, അവരുടെ രഹസ്യങ്ങൾ ചോർത്തിക്കൊണ്ട്, വേട്ടയാടിക്കൊണ്ട് അവരിൽ നിന്ന് എങ്ങനെയെല്ലാം തങ്ങൾക്ക് അനുകൂലമായ വിധി ഉണ്ടാക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു. മാധ്യമ സ്ഥാപനങ്ങൾ എതിരായി പ്രതികരിക്കുന്ന സ്ഥാപനങ്ങളെല്ലാം വേട്ടയാടലിന് വിധേയമാവുന്നു. ഏതെങ്കിലും വ്യക്തികൾ, സ്ഥാപനങ്ങൾ ഈ സർക്കാരിനെതിരായി നിലപാടെടുത്താൽ ഇൻകം ടാക്സിന് ഉപയോഗപ്പെടുത്തി, ED ഉപയോഗപ്പെടുത്തി അവരെ വേട്ടയാടുന്ന ചിത്രവും നാം കാണുകയുണ്ടായി. ഇത് ഈ രാജ്യത്ത് ഒരു ഫാസിസ്റ്റ് വൽക്കരണത്തിൻ്റെ ഒരു ചിത്രമാണ് നമ്മുടെ എല്ലാ മനസ്സിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയ ഭീഷണിയാണ്. ഇസ്രായേലുമായിട്ട് ഇന്ത്യ ഉണ്ടാക്കിയിട്ടുള്ള കരാറുകളിലേക്ക് കൂടി പോകുന്നത് നല്ലതായിരിക്കും. ഇസ്രായേലിലെ സയണിസം ഇന്ത്യയിലെ ഈ ഫാസിസ്റ്റുകൾക്ക് വളരെയേറെ പ്രിയപ്പെട്ടതാണ്. ഇസ്രായേലിൽ നെതന്യാഹു ഉൾപ്പെടെ പ്രയോഗിച്ചിട്ടുള്ള ആയുധങ്ങളെക്കുറിച്ചും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും നമുക്കറിയാവുന്ന കാര്യവുമാണ്. ഇവിടെ മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിക്കുന്നതിന് മുമ്പായി ഒരു സംഘം ഇസ്രായേലിലേക്ക് പോയതും അവരുണ്ടാക്കിയിട്ടുള്ള കരാറും രാജ്യത്ത് വലിയ ചർച്ചയായിട്ടുള്ള കാര്യമാണല്ലോ. അതോടൊപ്പം തന്നെ നാം കാണേണ്ടത് ഇവിടുത്തെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഉപദേശക വൃന്ദത്തിന് അനുവദിച്ചു കൊടുത്തിട്ടുള്ള പ്രത്യേക സാമ്പത്തിക സഹായങ്ങളും അതിനൊപ്പം തന്നെ നാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കൂടി കാണേണ്ടുന്ന വസ്തുതയാണ്. ഇവിടെ ഇസ്രായേലുമായി കരാറുണ്ടാക്കി. ഇവിടെ ശ്രീ ശിവദാസൻ MP വളരെ പ്രധാനപ്പെട്ട ഇതിൻ്റെ വിവിധ തലങ്ങളിലേക്ക് നമുക്ക് ഈ ചർച്ച കൊണ്ടുപോകാം. പ്രാഥമികമായി പാർലമെൻറ്റിനകത്ത് കേന്ദ്ര സർക്കാർ ഭക്ഷമെടുക്കുന്ന നിലപാടിലുള്ള പ്രതിപക്ഷ വിമർശനമാണ് ആമുഖമായി താങ്കൾ സൂചിപ്പിച്ചത്. അതിൻ്റെ തുടർച്ചയിൽ നമുക്കതിൻ്റെ വിവിധ തലങ്ങളിലേക്ക് പോവുകയും ചെയ്യാം. പക്ഷേ പ്രേക്ഷകരോട് ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അഡ്വക്കേറ്റ് രശ്മിതയിലേക്ക് വരാം. ഇന്ന് ഈ ചർച്ചയിലേക്ക് നിശ്ചയമായും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു ന്യായീകരണം ഉയർത്താനോ ഉന്നയിക്കാനോ നിശ്ചയമായും BJP നേതാക്കൾ ഉണ്ടാവേണ്ടതാണ്. വലിയ പരിശ്രമം ആ നേതാക്കൾ അവരുടെ ഒരു പ്രതിനിധിക്ക് വേണ്ടി വലിയ തോതിൽ നടത്തിയിരുന്നു. പലവിധ തിരക്കുകൾ, സംഘടനാപരമായ പ്രശ്നങ്ങൾ, വ്യക്തിപരമായ പ്രശ്നങ്ങൾ, ഇതൊക്കെ കാരണം ചർച്ചകൾക്ക് വരുന്ന അവർ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള പാനലിലെ പല പ്രധാനപ്പെട്ട നേതാക്കൾക്കും വരാൻ കഴിയാതെ പോയ ഒരു സാഹചര്യമുണ്ട്. അതുകൂടി ഞാൻ പ്രേക്ഷകരെ അറിയിച്ചുകൊണ്ട്
തീർച്ചയായും. പക്ഷേ രാജ്യത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന നിലയിൽ ഇതിൻ്റെ വിവിധ തലങ്ങൾ ചർച്ച ചെയ്യാതെ, സർക്കാരിൽ നിന്ന് ഒരു രാജ്യത്തിന് ലഭിക്കേണ്ട ഉത്തരം അത് തേടാതെ, തേടി അത് വാങ്ങിച്ചെടുക്കാൻ ഉള്ള പരിശ്രമങ്ങൾ ഉപേക്ഷിക്കാനേ ആവില്ല എന്നുള്ള അതിൻ്റെ വളരെ ഗൗരവമായ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ വിഷയം തുടർച്ചയായി ഇന്നും ചർച്ച ചെയ്യുന്നത് ന്യൂസ് ആൻഡ് വ്യൂസ്. അഡ്വക്കേറ്റ് രശ്മിത, ഇവിടെ നമ്മൾ ഇതിൻ്റെ ചരിത്രപരമായ ഒരുപാട് തലങ്ങൾ ഇപ്പോൾ പാർലമെൻറ്റിൽ സംഭവിക്കുന്നതിനെക്കുറിച്ച് ഡോക്ടർ വി ശിവദാസൻ സൂചിപ്പിച്ചു. നമ്മൾ വാട്ടർഗേറ്റ് സംഭവമൊക്കെയായി ബന്ധപ്പെടുത്തി ചരിത്രപരമായി താരതമ്യം ചെയ്യുമ്പോൾ അതിനുമൊക്കെ എത്രയോ അപ്പുറമുള്ളൊരു സ്കെയിലാണിത്. ഒരു സമ്പൂർണ്ണ നിരീക്ഷണം എന്ന നിലയിൽ ഇതിനെ കാണുന്നു. അന്ന് നിക്സണൊക്കെ പറഞ്ഞതുപോലെ ആ ചോർച്ച എന്നത് ഭരണകൂടമാണ് എങ്കിൽ അതിലെന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്ന നിലയിൽ തന്നെ ഇവിടെ ഈ ചോർത്തിയത് അല്ലെങ്കിൽ അത് സർക്കാരാണ് എങ്കിൽ, ഭരണകൂടമാണ് എങ്കിൽ അതിലെന്താണ് അപാകത എന്ന് ചോദിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത ആളുകളുണ്ട്. ആ മനോഭാവമുള്ളൊരു ഭരണകൂടമുണ്ട്. അതുകൊണ്ടാണ് ആ ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കുത്തരം പാർലമെൻറ്റിൽ നൽകാത്തത്. ഇതിപ്പോൾ ഒരു നിയമപരമായ പ്രശ്നമായി ഹർജിയായി സുപ്രീം കോടതിക്ക് മുമ്പിൽ നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ എത്ര നാൾ ഈ സർക്കാരിന് മുന്നോട്ട് പോകാനാകും എന്നൊരു പ്രശ്നം ഇന്നില്ലേ? പല ചോദ്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതായി നിൽക്കുന്നു, ഉത്തരമില്ലാത്ത ചോദ്യങ്ങളായി. തീർച്ചയായിട്ടും ശരത്, ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു വിഷയവും ഇത് തന്നെയാണ്. ആദ്യം തന്നെ ഈ പറയുന്ന പ്രശ്നത്തിൽ യാതൊരു ന്യായീകരണങ്ങൾക്കും സ്ഥാനമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ചർച്ചയിൽ നിന്നൊഴിഞ്ഞ BJP-യുടെ സംഘപരിവാരത്തിന്റെ പ്രതിനിധികളെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. കാരണം മനുഷ്യനായാൽ അടിസ്ഥാനപരമായ ഒരു അന്തസ് ഉണ്ടാകും. അങ്ങേയറ്റം വരെ ഒരു അന്തസ്സില്ലാത്ത കാര്യത്തിന് ഒരു ന്യായീകരണത്തിന് തങ്ങളില്ല എന്ന് തീരുമാനിച്ചത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ സംഘപരിവാരത്തിന്റെ നേതാക്കൾ ഇങ്ങനെ ഒരു ന്യായമില്ലാത്ത ചർച്ച, ഇങ്ങനെ ഒരു ന്യായമില്ലാത്ത ഡിഫൻസ് എടുക്കുവാൻ വേണ്ടി ഇന്ന് വരാതിരുന്നത്. അവരെ അതിന് പ്രത്യേകമായി അഭിനന്ദിച്ചേ മതിയാവൂ. ഇന്ത്യൻ പാർലമെന്റിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം കുറച്ചു മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട MP ശിവദാസ് തന്നെ വ്യക്തമാക്കുകയുണ്ടായി. പാർലമെന്റിൽ ചട്ടം 267 അനുസരിച്ചിട്ടുള്ള ഒരു പ്രമേയം അവതരിപ്പിക്കുവാൻ പോലും പറ്റാത്ത സാഹചര്യത്തിനെ കുറിച്ച് മറ്റു ഒരു CPM MP ആയിട്ടുള്ള ഇളമരം കരീമും ഇന്ന് പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അങ്ങേയറ്റം അഭിപ്രായങ്ങളെ അടിച്ചമർത്തുക മാത്രമല്ല, ഇന്ത്യൻ പാർലമെന്റിൽ നമ്മുടെ ഒരു ജനപ്രതിനിധിക്ക് ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പറയുവാനുള്ള അവസരങ്ങൾ തന്നെ കൂമ്പടപ്പിക്കും വിധത്തിൽ അവിടെ ചടുകെടുതിയിൽ അവിടെ ബില്ലുകൾ പാസാക്കി, ഇന്ന് ഫാക്ടറിംഗ് ബില്ലൊക്കെ പാസാക്കി പോയിരിക്കുകയാണ് ഒരു അഭിപ്രായവും ഇല്ലാതെ. എന്നാൽ ഇതൊക്കെ പത്രങ്ങൾ വഴി റിപ്പോർട്ട് ചെയ്യാമെന്ന് വെച്ചാൽ ആ നിമിഷം തന്നെ ഇവിടുത്തെ മാധ്യമങ്ങളുടെ ഓഫീസുകളിൽ ഒരു എമർജൻസി കാലത്തൊക്കെ മാത്രം നാം കണ്ടിട്ടുള്ളതിലും ഒക്കെ ഭീകരമായ രീതിയിൽ സെൻസർഷിപ്പ് നടത്തുന്നതിന് മാതൃകയിൽ അവിടെ റെയ്ഡുകളും മറ്റും നടത്തി പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി തെരുവിലിറങ്ങി പ്രതിഷേധിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ തെരുവുകളിൽ പ്രതിഷേധത്തിനിറങ്ങുന്ന സകല മനുഷ്യരെയും രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് ജയിലഴികൾക്കുള്ളിലാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഒരു സാധാരണ ഇന്ത്യൻ പൗരന്റെ വിഹ്വലതകൾ ഉൾക്കൊണ്ടുകൊണ്ട് CPIM-ന്റെ രാജ്യസഭാ MP ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസ് സുപ്രീം കോടതിയിൽ ഈ വിഷയത്തിൽ റിട്ട് പെറ്റീഷനുമായി പോകേണ്ടി വന്നിട്ടുള്ള സാഹചര്യം ഉണ്ടായത്. പലർക്കും തോന്നും പാർലമെന്റിൽ ഉന്നയിച്ചാൽ പോരെ, അദ്ദേഹം ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ തലവൻ കൂടിയല്ലേ, മാധ്യമങ്ങളിലൂടെ പ്രചരണം നടത്തിയാൽ പോരെ, അദ്ദേഹം ഒരു പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നുണ്ടല്ലോ, ആ പാർട്ടിക്ക് പുറത്തിറങ്ങി പ്രതിഷേധിച്ചാൽ പോരെ എന്ന്. ഇങ്ങനെയുള്ള എല്ലാ മാർഗങ്ങളെയും എല്ലാ രീതിയിലും ഫാഷിസത്തിലേക്കുള്ള വഴിയിലല്ല നമ്മുടെ രാഷ്ട്രം നിൽക്കുന്നത്, ഫാഷിസത്തിൽ തന്നെയാണ്. ഫാഷിസം ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പോ ഈ ഫാഷിസ്റ്റ് മാർഗങ്ങൾ ഉപയോഗിച്ച് അടിച്ചമർത്തുന്ന സാഹചര്യത്തിൽ അവസാനമായിട്ടുള്ള ഒരു ആശ്രയം എന്നുള്ള രീതിയിൽ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട MP സുപ്രീം കോടതിയിൽ എത്തി നിൽക്കുകയാണ് ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തുകൊണ്ട്. ഇന്ന് ഒരു ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി ഫയൽ ചെയ്യുന്ന ഏക റിട്ട് പെറ്റീഷൻ അദ്ദേഹത്തിന്റെ തന്നെയാണ്. അതിനു മുമ്പ് മറ്റൊരു റിട്ട് പെറ്റീഷൻ വന്നിട്ടുണ്ട്. സ്ഥിരം സർക്കാരിനെ സംരക്ഷിക്കുവാൻ വേണ്ടി വളരെ വികൃതമായിട്ടുള്ള ഗ്രൗണ്ടുകളൊക്കെ ഉന്നയിച്ചുകൊണ്ട് അതിന്റെ പേരിൽ ഒരുപാട് പിഴയൊക്കെ അടയ്ക്കേണ്ടി വന്ന മറ്റൊരു പെറ്റീഷണറും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതിനകത്ത് പെറ്റീഷണറെ വെച്ച് അതിനകത്തെ പ്രതികളെ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമന്ത്രി അടക്കമുള്ള സാധാരണ റിട്ട് പെറ്റീഷൻ കൈകാര്യം ചെയ്യുന്നവർക്കറിയാം അങ്ങനെയല്ല ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പ്രതിപ്പട്ടികയിലേക്ക് കൊണ്ടുവരിക എന്ന്. ആ രീതിയിൽ ഈ ഒരു വിഷയം അവജ്ഞയോടെ സുപ്രീം കോടതി തള്ളണം എന്നുള്ള ഉദ്ദേശത്തിൽ ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഉത്തരവാദിത്വമുള്ള ഇന്ന് ഈ നിമിഷം വരെ ഫയൽ ചെയ്തതിൽ ഏക റിട്ട് പെറ്റീഷൻ CPIM-ന്റെ രാജ്യസഭാ MP ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസിന്റേതാണെന്നുള്ള കാര്യത്തിൽ കേരളത്തിന് അഭിമാനിക്കാം.
CPIM അഭിമാനിക്കാം, കൈരളി TVക്കും അഭിമാനിക്കാം. എന്താണ് പെഗാസസിന്റെ പ്രശ്നം? ഈ കേവലമായ ഫോൺ ചോർത്തൽ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് രഹസ്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് കരുതുന്ന മനുഷ്യരുണ്ടായിരിക്കാം. ഇത് നമ്മുടെ ഫോൺ മറ്റാരുടെയും കയ്യിലേക്ക് പോകുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഈ ഫോൺ ചോർത്തൽ നടക്കുക എന്ന് തോന്നും. നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന ഒരു മിസ് കോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്താലും ഇല്ലെങ്കിലും അതുവഴിയായി ഈ സോഫ്റ്റ്വെയർ അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നു എന്നും പിന്നീട് നിങ്ങൾ ഈ ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ പോലും നിങ്ങളുടെ സകലമാന പ്രവർത്തികളും ഇത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതുമാണ് ഇതിന്റെ പ്രശ്നം. അതുകൊണ്ടാണ് 2019 കാലിഫോർണിയയിലെ ജില്ലാ കോടതിയിൽ വാട്സപ്പും ഫേസ്ബുക്കും ഗൂഗിളും അതുപോലെയുള്ള മൈക്രോസോഫ്റ്റും അടക്കമുള്ള വലിയ ഭീമൻ കമ്പനികൾ അടക്കം ഈ NSOയ്ക്കെതിരെ കേസ് കൊടുത്ത്, ആ കേസിനകത്ത് NSO എന്ന് പറയുന്ന ഇസ്രായേലി സൈബർ അറ്റാക്ക് ആയുധം ഉണ്ടാക്കുന്ന ഈ കമ്പനി പറഞ്ഞത്, ഞങ്ങൾ ഇത് പരമാധികാര രാഷ്ട്രങ്ങൾക്ക് മാത്രമാണ് വിൽക്കുന്നത്, അതുകൊണ്ട് ആ പരമാധികാര രാഷ്ട്രങ്ങൾക്കുള്ള ഇമ്മ്യൂണിറ്റി ഞങ്ങൾക്ക് ഈ കേസിൽ കിട്ടണം എന്നാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം ഇന്ത്യയിൽ ഈ ചാര സോഫ്റ്റ്വെയർ വിറ്റിട്ടുണ്ട് എങ്കിൽ അത് സർക്കാരിനാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് എങ്കിൽ ഈ സ്പൈവെയർ ഇന്ത്യയിൽ ഉപയോഗിച്ചിരിക്കുന്നത് സർക്കാർ ആയിരിക്കാം എന്ന് നാം ഒരു ഇൻഫറൻസ് എടുക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണ് സർക്കാർ എടുക്കുന്നതെങ്കിൽ അത് ഓഥറൈസ്ഡ് ആയിട്ടാണോ? കാരണം ഇന്ത്യയിൽ അംഗീകൃതമായ രീതിയിലും അല്ലാതെയും ഇത് നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയം ഉയരുന്നു. അംഗീകൃതമായ രീതിയിലാണ് ഈ ചാരപ്രവൃത്തി സർക്കാർ നടത്തിയിട്ടുള്ളതെങ്കിൽ സർക്കാരിന്റെ പണവും സമയവും ആളുകളെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്തിനാണ് അത് നടത്തേണ്ടതെന്ന് സർക്കാർ വ്യക്തമാക്കണം. അല്ല എങ്കിൽ ഒരു വിദേശ ചാരസംഘടനയോ വിദേശ രാജ്യവുമാണ് നടത്തുന്നതെങ്കിൽ അത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തെ അങ്ങേയറ്റം ബാധിക്കുന്ന ഒരു കാര്യമല്ലേ? രാജ്യസ്നേഹികളായിട്ടുള്ള ഈ യൂണിയൻ ഗവൺമെന്റ് എന്തിനാണ് മടിച്ചു നിൽക്കുന്നത്? തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഉടനെ തന്നെ ഒരു അന്വേഷണത്തിന് ഉത്തരവിടേണ്ടതല്ലേ? കാരണം ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത് കേവലം പ്രതിപക്ഷ നേതാക്കളോ അല്ലെങ്കിൽ കശ്മീരി നേതാക്കളോ പത്രപ്രവർത്തകരോ ആക്ടിവിസ്റ്റുകളോ മാത്രമല്ല. ഈ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം വന്നിരിക്കുന്നവരിൽ ഇവരുടെ തന്നെ മന്ത്രിമാരുണ്ട്. എന്തിനാണ് പറയുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇന്ത്യയിൽ നടക്കരുതെന്നുള്ളതിന് ഉത്തരവാദിത്വമുള്ള 2 മന്ത്രാലയങ്ങളുണ്ട്. അതായത് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫോർമേഷൻ ടെക്നോളജി, അതേപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ. ഇതിന്റെ 2ന്റെയും ചുമതലയുള്ളത് അശ്വിനി വൈഷ്ണവ് എന്ന് പറയുന്ന മന്ത്രിക്കാണ്. ഈ അശ്വിനി വൈഷ്ണവിന്റെ ഫോൺ തന്നെ ഈ ടാർഗറ്റ് ലിസ്റ്റിൽ ഫോൺ നമ്പർ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ദ വയർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ അശ്വിനി വൈഷ്ണവ് കൈരളിയുടെ MP ആയിട്ടുള്ള CPMന്റെ MP ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസ് അടക്കമുള്ളവർ ഇരിക്കുന്ന രാജ്യസഭയിൽ പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു ടാർഗറ്റ് ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ടെങ്കിലും ഇതിന്റെ എല്ലാ നമ്പറുകളും ചോർത്തിയിട്ടുണ്ട് എന്ന് ഈ ന്യൂസ് പുറത്തുവിട്ടവർ പറയുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളൊരു ഇൻഫോർമേഷൻ ആരെങ്കിലും ഒരു ഏജൻസി പുറത്തുവിട്ടാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതും അതിനെ ശിക്ഷിക്കേണ്ടതും ഇതേ ഏജൻസിയാണോ? അങ്ങനെയാണെങ്കിൽ ദ വയറിന് എന്ത് അവകാശമാണ് ഇന്ത്യയിൽ ഒരു ക്രിമിനൽ ആക്ടിനെ സംബന്ധിച്ചിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ളത്? അവരൊരു ഇൻഫോർമേഷൻ, ഒരു സ്റ്റേറ്റിലെ ഒരു ലോയൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ ഒരു ഇൻഫോർമേഷൻ പൊതുവിടത്തിലേക്ക് കൊണ്ടുവന്നു. ആരാണ് അന്വേഷണം നടത്തേണ്ടത്? ഇവിടെ ഒരു ഹോം മിനിസ്റ്റർ ഇല്ലേ? ഇവിടെ ഒരു പക്ഷേ അഡ്വക്കേറ്റ് രശ്മിത, അത് മാത്രമല്ലല്ലോ ഇപ്പോൾ ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ഉദ്ദേശശുദ്ധിയെ അല്ലെങ്കിൽ ആ സംഘടനയെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ ആരോപണങ്ങൾ നിലനിൽക്കുന്നതല്ല എന്ന് വാദിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. അങ്ങനെയല്ല. ആംനസ്റ്റിയുടെ സെക്യൂരിറ്റി ലാബിൽ കേവലം 10 ഫോണുകളാണ് ചെക്ക് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുള്ളത്. നോക്കൂ, ഈ ഫോണുകളെ കുറിച്ച് ഒരു ലിസ്റ്റ് ദ വയർ കൊണ്ടുവന്നു. അപ്പോ അതിനകത്ത് ഇതുപോലെ ഒരു സെക്യൂരിറ്റി ലാബിൽ കൊണ്ടുവന്ന് വാസ്തവത്തിൽ പെഗാസസ് ഇൻഫെക്റ്റഡ് ആണോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം ഒന്നുകിൽ ഇവിടുത്തെ സർക്കാർ ഏറ്റെടുക്കണം, യൂണിയൻ ഗവൺമെന്റ് ഏറ്റെടുക്കണം, അല്ലെങ്കിൽ ഈ ഫോണുകളിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ ഏറ്റെടുക്കണം. അങ്ങനെയുള്ള 10 പേർ അങ്ങനെ ഫോൺ നൽകുകയും അവരുടെയൊക്കെ ഫോൺ നമ്പറുകൾ ഇതുപോലെ ഇൻഫെക്റ്റഡ് ആണ് എന്ന് കണ്ടെത്തുകയും ചെയ്തു. അതിൽ ദ വയറിന്റെ ലേഖകരടക്കമുള്ള സ്ഥാപക എഡിറ്റർമാരടക്കമുള്ള ആളുകളുടെ നമ്പർ ഉണ്ട്. ഇനി ഈ ലിസ്റ്റിലുള്ള മറ്റുള്ളവരുടെ ഓരോരുത്തരുടെയും നമ്പറുകൾ വളരെ രസകരമാണ്. നമ്മുടെ വയനാട്ടിലെ MP ആയിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധിയുടെ നമ്പറാണ്.
നമ്പർ ഈ കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതുവരെ ഇന്ന് ഈ നിമിഷം വരെ കോൺഗ്രസിന്റെ ഒരൊറ്റ MP എങ്കിലും ഒരു കേസുമായി സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ടോ? അതിനെക്കുറിച്ച് കാതിലുള്ള ഒരു പ്രസ്താവനയെങ്കിലും ഇറക്കിയിട്ടുണ്ടോ? ദൈവം മാത്രമേ രക്ഷിക്കാനുള്ളൂ എന്നുള്ള മട്ടിൽ കപിൽ സിബലിന്റെ ലേഖനമല്ലാതെ പൊതുവിടത്തിൽ മറ്റൊരു കാതലായ ഒരു പ്രസ്താവന ഈ നിമിഷം വരെ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. ഇനി മറ്റൊരു കാര്യം, ഇനി ഇതിനകത്തുള്ള അശോക് ലവാസ എന്ന് പറയുന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉണ്ട്. ഇലക്ഷൻ കമ്മീഷൻ എന്നൊക്കെ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയാണ്. തിരഞ്ഞെടുപ്പ് ഫ്രീ ആൻഡ് ഫെയർ ആയി നടത്തുവാൻ ചുമതലപ്പെട്ടവരാണ്. അദ്ദേഹത്തിന്റെ പേര് പണ്ട് നമ്മുടെ ഇടയിലേക്ക് വന്ന് 2 വർഷം മുമ്പ് വന്നത് മോഡിക്കും അമിത്ഷായ്ക്കും എതിരെയുള്ള തെരഞ്ഞെടുപ്പ് കേസുകളിൽ ചില അഭിപ്രായങ്ങൾ അവർക്കെതിരെയായി പറഞ്ഞതിനാണ്. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കെതിരെ ഇൻകം ടാക്സ് റെയ്ഡുകൾ ഉണ്ടായത്. അദ്ദേഹം പൊതുവിടത്തിൽ അഭിപ്രായം പറയാതായത്, അദ്ദേഹം മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാതായത്, ആ സ്ഥാനം ഒഴിഞ്ഞു പോയത്. അപ്പോ അങ്ങനെയൊക്കെയുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയുടെ ഫോൺ നമ്പർ ഈ ടാർഗറ്റ് ലിസ്റ്റിൽ ഉണ്ട് എന്നതിന്റെ അർത്ഥം ഇന്ത്യയിൽ നടക്കുന്ന ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷനുകളിൽ ഈ സർക്കാർ മായം കലർത്തി, അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ മിത്രങ്ങൾ മായം കലർത്തി, അല്ലെങ്കിൽ ഈ സ്റ്റേറ്റിന്റെ ശത്രുക്കൾ മായം കലർത്തി എന്നാണ്. അടുത്തത് എന്താണ്? ഇവിടുത്തെ ഒരു സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ ഉണ്ടെന്നുള്ള അഭ്യൂഹമുണ്ട്. അത് പോകട്ടെ, സുപ്രീം കോടതിയിൽ ഒരു ചീഫ് ജസ്റ്റിസിനെതിരെ ഇപ്പോൾ BJPയുടെ MP ആയിട്ടുള്ള രഞ്ജൻ ഗൊഗോയ്ക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച സ്ത്രീ, അവരെ പണ്ട് പറഞ്ഞു വിട്ടിരുന്നു അവിടെ നിന്ന്. ആ ലൈംഗികാരോപണം ഉന്നയിച്ച കാലഘട്ടം മുതൽ അവരുടെ 11ഓളം ബന്ധുക്കളുടെയും ഫോൺ പെഗാസസ് സ്പൈവെയറിന്റെ ടാർഗറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയിൽ കൃത്യമായ ഇടപെടലുകൾ നടക്കുവാൻ ഈ ഇസ്രായേലിന്റെ ചാര സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിരുന്നു എന്നാണ് നാം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അവിടെ അഡ്വക്കേറ്റ് രശ്മിത, ഞാനൊന്ന് ഇടപെടുകയാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. രശ്മിത പറഞ്ഞു വരുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ പാർലമെന്റിൻ്റെതായ ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിയമപരമായ ഒരു പരിശോധന വളരെ പ്രാധാന്യമുള്ളതാണ് ഇന്ന കാരണങ്ങളാൽ. ഇതാണ് തുടക്കത്തിൽ ഇപ്പോൾ പറഞ്ഞ് വിശദീകരിച്ചു വെച്ചത്. യെസ്, ഞാൻ വരാം. പ്രൊഫസർ AG ജോർജ്, ഇന്ന് വന്ന ലിസ്റ്റ് നോക്കിയാൽ ഈ നീതി ആയോഗ്, അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഒരു ജൂനിയർ ഉദ്യോഗസ്ഥൻ, 2G സ്പെക്ട്രം കേസ് അന്വേഷിച്ച എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ, ഇവരുടെയുമൊക്കെ ഫോണുകൾ, അവരുമായി അനുബന്ധമായി നിൽക്കുന്ന ഫോണുകൾ ചോർത്തി എന്ന് പറയുന്ന വിവരങ്ങളാണ് ഏറ്റവും പുതുതായി ഇക്കാര്യത്തിൽ വന്നിട്ടുള്ളത്. 2 കേന്ദ്രമന്ത്രിമാരുടെ ഫോണുകൾ ചോർത്തി, അവരുമായി ബന്ധപ്പെട്ടവരുടെ ഫോണുകൾ ചോർത്തി എന്ന വിവരം നേരത്തെ വന്നു. അപ്പോൾ പൊതുവിൽ രാജ്യത്തിന് ആശങ്കയും അപമാനകരവുമായ ഒരു സാഹചര്യം വരുന്നു. സർക്കാരുമായി ബന്ധപ്പെട്ടവർ, ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ തന്നെ ഒരു ജൂനിയർ ഉദ്യോഗസ്ഥനെ ഫോണും ചോർത്തി എന്ന് പറയുമ്പോൾ ഏതൊക്കെ തരത്തിലാണ് ഈ നീക്കങ്ങൾ നടന്നിട്ടുള്ളത് എന്ന് ഊഹിക്കാവുന്നതിനും അപ്പുറമാണോ? അതോ ഏത് തലത്തിലും സംശയമുള്ളവരെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ സംശയമുള്ളവരെ മുഴുവൻ സ്കാനറിൽ കൊണ്ടുവരിക എന്ന നിലയിലാണോ ഇതിനെ കാണേണ്ടത്? പക്ഷേ ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ പാർലമെൻറ്റ് ഇത് ചർച്ച ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇടമല്ലേ? അത് സംഭവിക്കുന്നതേയില്ല. ഇന്നും പാർലമെൻറ്റിൽ, രാജ്യസഭയിലോ ലോക്സഭയിലോ ഇത് ചർച്ച ചെയ്യാതെ പോകുന്നത് ഒരു രാജ്യത്തെ സംബന്ധിച്ച് നല്ല ലക്ഷണമാണോ, നല്ലതാണോ? ശരത്തെ, ഓരോ ദിവസവും വെളിപ്പെട്ട് വരുന്നതായിട്ടുള്ള കാര്യങ്ങൾ വളരെ സങ്കീർണവും വളരെ ഗൗരവമുള്ളതാണ് എന്നതിനെ സംബന്ധിച്ച് യാതൊരു തർക്കവുമില്ല. ഈ പറയുന്ന സ്പൈവെയർ ഏത് തരത്തിലാണ് ഇന്ത്യയിൽ വന്നത് എന്നതിൻ്റെ ഉത്തരം ഇതുവരെയും ഗവൺമെൻറ്റിന് സംശയാതീതമായി നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു വലിയ വസ്തുത അവശേഷിക്കുകയാണ്. കാരണം ഈ പെഗാസസ് NSO ഉൽപ്പാദിപ്പിച്ചു വിടുന്നതായ, അല്ലെങ്കിൽ അവരുടെ അറിവോടുകൂടി വരുന്നതായിട്ടുള്ള ഈ പെഗാസസിനെ സംബന്ധിച്ചുള്ള വ്യവസ്ഥയിൽ നിർബന്ധമായി പറയുന്നുണ്ട്, ഇത് ഗവൺമെൻറ്റിനോ ഗവൺമെൻറ്റിൻ്റെ ഏജൻസികൾക്ക് മാത്രമേ ഇത് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ എന്നതിനകത്ത് വ്യവസ്ഥ. ഒരു തർക്കവുമില്ല. അങ്ങനെയുള്ള ഒരു നമ്മുടെ സർക്കാർ നമ്മുടെ രാജ്യത്തോട് വിശദീകരിക്കേണ്ടത് എന്താണ്? ശരത്ത്, ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇതുവരെയും ഗവൺമെൻറ് നൽകാതെ മറച്ചു വച്ചിരിക്കുന്നത്. ഈ ചോദ്യത്തിന് ഉത്തരം വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിൽ പ്രതികളായിട്ടുള്ള ആളുകൾ വെളിപ്പെട്ട് വരുമെന്നുള്ളത് കൊണ്ടാണ് ബോധപൂർവം ഇതിന് ഉത്തരം നൽകാതെ മറ്റ് ന്യായങ്ങൾ പറയുന്നതെന്നതിനെ സംബന്ധിച്ച് തർക്കമില്ല. ഇവിടെ അശ്വിനി വൈഷ്ണവ് എന്താണെന്ന് പറഞ്ഞതെന്നറിയാമോ? ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഉത്തരം പറയുന്നത്, ഇവിടെ ചില നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾ തീർച്ചയായും പരിരക്ഷിച്ചുകൊള്ളും, ആ നിയമങ്ങൾ ഉള്ളിടത്തോളം കാലം നമ്മുടെ രാജ്യത്തിന് യാതൊരു അപകടവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറയുന്ന എത്ര ബുദ്ധിശൂന്യമായ ഉത്തരമാണ് അദ്ദേഹം നൽകുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്ത്യൻ പീനൽ കോഡ് ഉണ്ടെങ്കിൽ രാജ്യത്ത് ക്രൈം ഉണ്ടാകുകയില്ലേ? അപ്പോൾ നിയമം ഉണ്ടായാൽ മതിയോ? ഇവിടെ IT ആക്ട് ഉണ്ട്, ഇന്ത്യൻ ടെലിഗ്രാഫ്സ് ആക്ട് ഉണ്ട്, ഇന്ത്യൻ ടെലിഗ്രാഫ് റൂൾസ് ഉണ്ട്. ആ റൂൾസിനകത്ത് നിന്നുകൊണ്ട് ഫോണിൽ കയറി അല്ലെങ്കിൽ ഫോൺ അന്വേഷണം നടത്താൻ ചില
പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് ഗവൺമെൻറ് ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. അതല്ലല്ലോ ഇവിടെ വിഷയം. ഇത് ചാരപ്രവർത്തനമല്ലേ നടത്തിയിരിക്കുന്നത്? എങ്ങനെയാണ് ഇന്ത്യയിൽ ഇത് വന്നതെന്നുള്ളതിൻ്റെ ഉത്തരം പറയാൻ ഇതുവരെ ഈ ഗവൺമെൻറ് തയ്യാറായിട്ടില്ലല്ലോ. അപ്പോൾ ഗവൺമെൻറ്റിന് എന്തൊക്കെയോ ബോധപൂർവം മറച്ചു വയ്ക്കാനുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോഴത്തെ അശ്വിനി വൈഷ്ണവ് അധികാരത്തിലേറുന്നതിന് ഒരാഴ്ച മുൻപാണല്ലോ BJPയിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള സീനിയറായിട്ടുള്ള രവിശങ്കർ പ്രസാദ് ഈ വിഭാഗം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം എന്താണ് ഇപ്പോൾ രണ്ടാമത് ഊഴത്തിൽ അദ്ദേഹത്തിന് സ്ഥാനം കൊടുക്കാതിരുന്നത് എന്താണ്? അപ്പോൾ അദ്ദേഹം ഇതിനെ സംബന്ധിച്ച് പോലും പല കാര്യങ്ങളും അറിയാവുന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ തമസ്കരിച്ച് നിർത്തിയിരിക്കുകയാണെന്ന്. പക്ഷേ ഒരു ചെറിയ കാര്യം, ഇപ്പോൾ മോദി അമിത്ഷാ കൂട്ടുകെട്ട്, അവരോട് വിയോജിപ്പുള്ളവരെയെല്ലാം ആ നിലയിൽ സ്വന്തം പാർട്ടിക്കകത്തും സ്വന്തം സംവിധാനത്തിനകത്തുള്ളവരെ പോലും വിലയിരുത്തുന്നതിനും അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടി ഈ ഫോൺ ചോർത്തൽ നടന്നു എന്ന ആക്ഷേപമാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ രാജ്യത്തിൻ്റെ IT മന്ത്രിയുടെ ഫോണും ചോർത്തപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം ആ മന്ത്രിയാകുന്നത് ആഴ്ചകൾക്ക് മുമ്പാണ്. ഇദ്ദേഹത്തിൻ്റെ ഫോൺ ചോർത്തിയിരിക്കുന്നത് വളരെ മുൻപാണ്. ഏത് തരത്തിലാണ് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ലോജിക്ക് എവിടെയാണ് ശരിയാവുന്നത്? ശരത്ത്, ഇതിനകത്ത് വളരെ പ്രധാനമാണ്. ആ ലോജിക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതായത് നരേന്ദ്രമോദി അമിത്ഷാ ആ കൂട്ടുകെട്ടിന് എതിരായി ശബ്ദിക്കാൻ സാധ്യതയുള്ളവർ സ്വന്തം പാർട്ടിയിലുള്ളവരാണെങ്കിൽ പോലും അവരെയും നിരീക്ഷണത്തിന് വിധേയമാക്കുക. കാരണം അവരിൽ വിശ്വാസമില്ല. സ്വന്തം ആ കാലത്ത് ചോർത്തുന്നു. അതെ, അതുകൊണ്ട് അവരെ പക്ഷേ ആ ആള് വീണ്ടും മന്ത്രിയാവുകയും ചെയ്തു. ആ ആളിനെ തന്നെ പറയുന്നു ചോർന്നിട്ടേ ഇല്ല, സ്വന്തം നമ്പർ കയ്യിൽ വെച്ചുകൊണ്ട് പറയേണ്ടി വരുന്നു. അതുകൊണ്ടാണ് ശരത്തെ പറഞ്ഞത്, ഇത് സങ്കീർണമാക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ട് എന്നതിനെ സംബന്ധിച്ച് യാതൊരു തർക്കവുമില്ല. ഒരേ മന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ ഫോൺ ചോർത്തിയെന്ന് ഒരു ഭാഗത്ത് പറയുകയും അത് അപകടകരമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങളെന്ന് പറയുമ്പോൾ തന്നെ എന്തൊക്കെയോ ധാരാളം ഈ കാര്യത്തിൽ മറച്ചു വയ്ക്കാനുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എത്ര സങ്കീർണവും കൗതുകകരവുമായിട്ടുള്ള ആളുകളുടെ ഫോണാണ് ചോർത്തപ്പെട്ടിരിക്കുന്നത്. ഒരു സാധാരണ കോടതി ഉദ്യോഗസ്ഥയുടെ ഫോൺ ചോർത്തിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന വാർത്ത ദലൈലാമയുടെ ഫോൺ ചോർത്തിയിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും വൈകി വരുന്ന വാർത്തകൾ ഇതൊരു ആഗോള പ്രതിഭാസമായി മാറിയിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് ചൈനീസ് ഗവൺമെൻറ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിന് തയ്യാറായി കഴിഞ്ഞു. ഫ്രാൻസ് അന്വേഷണം തുടങ്ങുന്നു, US അന്വേഷണം തുടങ്ങുന്നു, UK അന്വേഷണം തുടങ്ങുന്നു. അങ്ങനെ ആഗോള വ്യാപകമായി വ്യാപിച്ചു കിടക്കുന്ന ഈ പറയുന്നതായിട്ടുള്ള മാൽവെയർ അല്ലെങ്കിൽ സ്പൈവെയറിനെ സംബന്ധിച്ച് ഇതൊരു വലിയ വിഷയമാണ് എന്നതിനെ സംബന്ധിച്ച് തർക്കമൊന്നുമില്ല. അവിടെ വെച്ചാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ജനങ്ങളുടെ പ്രതിനിധികൾ ന്യായമായി ഇത് സുതാര്യമാക്കണം, എന്താണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ദുരൂഹത എന്ന് വെളിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുമ്പോൾ എന്തിനാണ് ഒളിച്ചോടുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അവിടെ ശ്രീ ശിവദാസൻ MP അദ്ദേഹം ചോദിച്ചത് പ്രധാനമാണ്. നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു, ഉത്തരങ്ങൾ കിട്ടുന്നില്ല എന്ന് ബോധ്യപ്പെടുന്നു, മനസ്സിലാകുന്നു. ഇന്ന് 2 അടിയന്തര പ്രമേയങ്ങളും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വന്നത് തള്ളിക്കളയുന്നു, ചർച്ച പോലുമില്ല. ഈ അടിയന്തര പ്രമേയത്തിൻ്റെ അവതരണത്തിലെങ്കിലും ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു പുതിയ വിശദീകരണം നൽകാനോ അല്ലെങ്കിൽ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്കും നിങ്ങളുടെ തർക്കങ്ങൾക്കും എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ ഏതെങ്കിലും സ്വഭാവത്തിൽ സർക്കാർ തരുന്നുണ്ടോ? അങ്ങനെയെങ്കിലും ഒന്ന് ആശ്വസിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയെങ്കിലും ഉണ്ടോ? അങ്ങനെ ഇല്ല എന്നാണെങ്കിൽ പ്രതിപക്ഷ നിലപാട് എന്താണ്? ഈ ബഹിഷ്കരണം തുടരുമോ? നിലവിൽ സർക്കാരിൻ്റെ സമീപനം വളരെ പ്രയാസകരമായ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനമാണ്. ഇവിടെ വളരെ കാര്യങ്ങൾ സർക്കാരിന് തുറന്ന സമീപനം എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പെഗാസസ് സോഫ്റ്റ്വെയർ ഇന്ത്യ ഗവൺമെൻറ് വാങ്ങിയിട്ടുണ്ടോ? ഇന്ത്യ ഗവൺമെൻറ് അല്ലാതെ മറ്റേതെങ്കിലും ഏജൻസിയോ രാജ്യങ്ങളോ ഇന്ത്യ രാജ്യത്ത് ഈ സൈബർ വെപ്പൺ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇത് സംബന്ധിച്ചാണ് പരിശോധിക്കേണ്ടത്. സർക്കാർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ വാങ്ങിയിട്ടുണ്ട്. ആരുടെയൊക്കെ രഹസ്യങ്ങൾ ചോർത്താനാണ് സർക്കാർ ഇത് ഉപയോഗിച്ചിട്ടുള്ളത്? ഈ കാര്യം സർക്കാർ പറയുന്നതോടുകൂടി തന്നെ ഒരു വലിയ കടമ്പയും കടക്കുമല്ലോ. എന്നാൽ സർക്കാർ അത് പറയാൻ തയ്യാറാവുന്നില്ല. ഈ രാജ്യത്തിലെ ഒരുപാട് ജനങ്ങളുടെ വീട്ടകങ്ങൾ, അവരുടെ എല്ലാം സ്വകാര്യമായ അവരുടെ ഇടപാടുകൾ, വ്യക്തിജീവിതത്തിൽ എല്ലാവർക്കും സ്വകാര്യതകൾ ഉണ്ടാവുമല്ലോ. ആ സ്വകാര്യതകളിലേക്കുൾപ്പെടെ നുഴഞ്ഞു കയറാൻ പറ്റുന്ന ഒളിച്ചുനോട്ടക്കാരനായിട്ട് ഇന്ത്യയുടെ ഭരണ നേതൃത്വം മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം. കാരണം ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ച് അഡ്വക്കേറ്റ് രശ്മിത ഇവിടെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ പ്രൊഫസർ KG ജോർജും ഇത് സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ രണ്ടുപേരും പറഞ്ഞതിനോടുള്ള ഒരു ചെറിയ കൂട്ടിച്ചേർക്കൽ മാത്രമാണ് ഞാനിവിടെ നടത്തുന്നത്. നോക്കുക,
ഈ രാജ്യത്തിലെ വിദ്യാർത്ഥി പ്രവർത്തകനാവട്ടെ ആരോ ആവട്ടെ അവർക്കൊക്കെ കുടുംബങ്ങളുണ്ടാവും. അവരൊക്കെ സാമൂഹ്യ ജീവിതം നയിക്കുന്നവരാണ്. അങ്ങനെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും വ്യക്തിപരമായിട്ടുള്ള പല നിലയിലുള്ള ബന്ധങ്ങളും ഒക്കെ സൂക്ഷിക്കുന്ന ആളുകളാണ്. അവരുടെയൊക്കെ സ്വകാര്യതകൾ മുഴുവനായും ചോർത്തിയെടുക്കാൻ ആരെ ചുമതലപ്പെടുത്തി? അങ്ങനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരായി എന്ത് സമീപനം എടുക്കണം? ഇന്ത്യൻ ഭരണഘടന ഒരു പൗരന് നൽകുന്ന മൗലികാവകാശങ്ങളുണ്ട്. അതിൽ ആ മൗലിക അവകാശങ്ങളിൽ ഒന്നുപോലും ലംഘിക്കപ്പെടാൻ പാടില്ലാത്തതാണ്. ഭരണഘടനയോടുള്ള കൂറ് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തെ നയിക്കുന്ന ഭരണാധികാരികളുടെ ചുമതലയാണ്. ആ ഭരണഘടനാ തത്വങ്ങൾ ലംഘിക്കുന്നതിന്, മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ചവിട്ടിമതിക്കുന്നതിന് ഭരണ നേതൃത്വം തന്നെ നേതൃത്വം നൽകുക എന്ന് പറഞ്ഞാൽ അതിനെതിരായി ജനകീയ സമരം ഉയർത്തിക്കൊണ്ടുവരിക മാത്രമാണ് പോംവഴി. ഇവിടെ ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് ജനാധിപത്യ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള കൂട്ടായ സമരങ്ങൾ രാജ്യത്താകെ വളർത്തിയെടുക്കുക മാത്രമാണ് പോംവഴി. ഇവിടെ പെഗാസസിനൊപ്പം പാർലമെൻറ്റിൽ തന്നെ നിങ്ങളിവിടെ നേരത്തെ പരാമർശിച്ചതുപോലെ കർഷക സമരവും വലിയൊരു വിഷയമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. ആ കർഷക സമരം എന്നുള്ളത് 8 മാസമായി നടക്കുന്ന സമരമാണ്. ആ സമരത്തെയും തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുമ്പോൾ അതിനും ഈ പെഗാസസ് ഉപയോഗിക്കുന്നു എന്നുള്ളത് നാം കാണുന്നു. അപ്പോൾ ഇത് കേവലമായി വ്യക്തിരഹസ്യങ്ങൾ ചോർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഏതെങ്കിലും ഒളിച്ചുനോട്ടക്കാരൻ്റെ ഒരു ഏർപ്പാടല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിന് പിന്നിൽ ഒരു കൃത്യമായ അജണ്ടയുണ്ട്. അത് ജനങ്ങളെ അടിച്ചമർത്താനുള്ള, അവരെ നിരീക്ഷണത്തിൽ കൊണ്ടുവന്നുകൊണ്ട് അവരുടെ ഓരോ ചലനങ്ങളെയും നോക്കി അത് ഭരണകൂട താല്പര്യത്തിനെതിരായി വരാതിരിക്കുന്നതിനുള്ള ഒരു സംവിധാനമായിട്ടാണ് പെഗാസസ് ലോകത്തിലാകെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും. അങ്ങനെ പ്രയോഗിക്കുമ്പോൾ ഇന്ത്യയിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് RSSനെ എതിർക്കുന്ന, RSS രാഷ്ട്രീയത്തിനെതിരായി പൊരുതുന്ന സകല ആളുകളെയും വേട്ടയാടുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഉപയോഗിക്കുകയാണ്. അതിൽ ഈ മന്ത്രിസഭയുടെ നിലനിൽപ്പിന് അപകടം ഉണ്ടാക്കും എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ മന്ത്രിസഭയിൽ മോദിയുടെ വിശ്വാസ്യതയോട് ചേർന്ന് നിൽക്കാത്ത, അമിത്ഷായോട് കുറച്ച് ചേർന്ന് നിൽക്കാത്ത ആളുകളെ കൂടി വരുതിയിൽ വരുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ കുറച്ച് ആളുകളുടെ പേരെല്ലാം പരാമർശിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അത് നാം കാണേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഇന്ത്യ ഒരു ഫാസിസ്റ്റ് രാജ്യമായി രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ആയുധമായിട്ട് പെഗാസസ് മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് നാം നോക്കേണ്ടത്. ഇതിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നവും പരിമിതിയും എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ വിഷയം അവരുടെ പാർട്ടിക്ക് യോജിച്ചുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി കഴിയുന്നില്ല എന്നുള്ള ഒരു പ്രയാസകരമായ ചിത്രമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. പാർലമെന്റിൽ അത് പ്രകടമാണോ? അവരുടെ നേതാവ് രാഹുൽ ഗാന്ധി ഫ്ലോറിൽ ഉൾപ്പെടെ അത് പ്രകടമാണ്. കാരണം അവരിലൊരു ഐക്യത്തിന്റെ കുറവ് പല ഘട്ടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുകയാണ്. എങ്ങനെ രാജ്യസഭയിൽ താങ്കൾ നേരിട്ട് കണ്ട ഒരു അനുഭവം പറയാമോ? ഇന്ന് രാജ്യസഭയിൽ നേരിട്ട് ബോധ്യപ്പെട്ട ഒരു അനുഭവം. രാജ്യസഭയിലാണെങ്കിലും ലോകസഭയിലാണെങ്കിലും ഇന്ന് പ്രതിപക്ഷ നിരയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഒരു പാർട്ടിയാണല്ലോ കോൺഗ്രസ്. ആ അർത്ഥത്തിൽ പലപ്പോഴും കോൺഗ്രസ്സിന് ഓരോ അനുഭവങ്ങളും ഞാനിവിടെ വിവരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് സമയം വേണ്ടി വരുന്നുള്ളതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. 2 കാര്യങ്ങളാണ്. കോൺഗ്രസ്സിന് അവർക്കുള്ളിൽ ഒരു ഐക്യമുണ്ടാക്കുന്ന, അവരുടെ വിയോജനക്കുറിപ്പ് എഴുതിയിട്ടുള്ള ആളുകൾ കൂടി ഉണ്ടല്ലോ. അവരും കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയോട് ചേർന്ന് നിൽക്കുന്ന ആളുകളും തമ്മിൽ പലപ്പോഴും ഉണ്ടാകുന്ന ഡിവിഷനിങ് ഇതിലുൾപ്പെടെ ബാധിക്കുന്നു. രണ്ടാമത്തേത്, കോൺഗ്രസ്സിനാവട്ടെ ഇതര പ്രതിപക്ഷ പാർട്ടികളുമായി യോജിച്ചുകൊണ്ടുള്ള ഒരു നിലപാടെടുക്കുന്നതിനും കഴിയുന്നില്ല. ഇന്ത്യയിലെ ബഹുജന പ്രശ്നങ്ങളെല്ലാം ശരിയാം വിധത്തിൽ മനസ്സിലാക്കാനും ആ ബഹുജന പ്രശ്നങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ടുവരേണ്ടതാണ് എന്ന കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് തന്നെ പെഗാസസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ സർക്കാരിൻ്റെ കൊള്ളരുതായ്മയുടെ ഉദാഹരണമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാർലമെൻറ്റിനകത്തും പുറത്തും പ്രതിപക്ഷത്തെ നിരയെ ഒന്നടങ്കം ശക്തിപ്പെടുത്തിക്കൊണ്ട് പോകേണ്ടതുണ്ട് എന്ന തിരിച്ചറിവ് പലപ്പോഴും കോൺഗ്രസ്സിനില്ലാതാവുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ദൗർബല്യമാണ്. ആ ചുമതല ഇതര പാർട്ടികളാണ് നിർവഹിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുത. അത് ഈ ഗൗരവമുള്ളൊരു ഇതടക്കമുള്ള വിഷയങ്ങൾ ഏറ്റെടുക്കുമ്പോൾ തന്നെ പ്രതിപക്ഷ നിരയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന് ദേശീയ തലത്തിൽ സംഭവിക്കുന്ന പോരായ്മകളും പിശകുകളും കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ശ്രീ ശിവദാസൻ MP അതേക്കുറിച്ച് സംസാരിച്ചത്. അഡ്വക്കേറ്റ് രശ്മിത, ഇതിൽ ഈ ഫോൺ ചോർത്തൽ, അതിൽ നിന്ന് സംഭവിച്ച വ്യക്തികൾ, അതിൻ്റെ വിവിധ തലങ്ങൾ നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ്. ആ ചോർത്തൽ കാലം വളരെ പ്രധാനപ്പെട്ടതാണ്. 2018-2019. അതിലൂടെ സാധ്യത ഒന്ന്, രാഷ്ട്രീയ നീക്കങ്ങളെ തിരിച്ചറിയുക,
എതിരാളികളുടെ രാഷ്ട്രീയ നീക്കങ്ങളെ തിരിച്ചറിയുക, അതിനെ ഇല്ലാതാക്കുക. ആ പേരുകളുമായി ബന്ധപ്പെടുത്തിയാൽ ഒരു ലക്ഷ്യം അതാണ്. 2, സർക്കാരിനെതിരായ വിമർശകരെ കണ്ടെത്തുക, അവരെ വ്യക്തിപരമായി തന്നെ പല നിലയ്ക്കും ഇല്ലാതാക്കുക. ഈ 2 ലക്ഷ്യങ്ങളിലേക്കാണ് ഈ ഫോൺ ചോർത്തൽ പല നിലയ്ക്കും പോയത് എന്ന് മനസ്സിലാക്കാം. അങ്ങനെ വന്നാൽ ഈ ചോർത്തലിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഭരണകൂടമാണ് എന്നൊരു പൊതു നിഗമനവും വിമർശനവും കൂടുതൽ പ്രസക്തമാകുന്നു. കാരണം ഒരു ഇസ്രായേൽ ചാരക്കമ്പനി അല്ലല്ലോ ഇതിൻ്റെ ഗുണഭോക്താവ് ആര് എന്നുള്ള ചോദ്യത്തിലാണ് ഇതിൻ്റെ പിന്നിലത്തെ പൊളിറ്റിക്കൽ റൂട്ട് കിടക്കുന്നത്. അവിടെ രശ്മിതയുടെ ഒരു കാൽക്കുലേഷൻ എന്താണ്? ഈ ചോർത്തലിൻ്റെ ഈ പറഞ്ഞ NSO, പെഗാസസ്, ആ റൂട്ടിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ പൊളിറ്റിക്കൽ റൂട്ട് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത് BJP നേതാക്കൾ പറയും, മുമ്പ് ഞാൻ പറഞ്ഞ ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ഫോറൻസിക് ലാബല്ലേ, അതിനെന്ത് വിശ്വാസ്യത? ആ സംഘടനയ്ക്ക് കേന്ദ്ര സർക്കാരിനോടുള്ള എതിർപ്പ് അറിയാവുന്നതല്ലേ? ആ സംഘടനയെ കൈകാര്യം ചെയ്തതല്ലേ കേന്ദ്ര സർക്കാർ? അപ്പോൾ പിന്നെ അവരിങ്ങനെയല്ലേ ചെയ്യൂ? അവരെ കൂട്ടുപിടിച്ച് ഏതെങ്കിലും മാധ്യമം ഇങ്ങനെ നീങ്ങിയാൽ അതിനെന്താണ് വിശ്വാസ്യത എന്ന വാദം ഉന്നയിക്കുന്ന BJP നേതാക്കളും ഇന്നീ ചർച്ചയിലില്ലെങ്കിലും അതാണല്ലോ അവരുടെ പ്രധാന വാദം. ഇതിന്റെ പൊളിറ്റിക്കൽ റൂട്ട് വളരെയധികം വ്യക്തമാണ്. ഒപ്പം തന്നെ മറ്റൊരു രീതിയിലുള്ള ഒരു ഇമേജും ഇതിനെ കുറിച്ച് തരുന്നുണ്ട്. അതായത് കേവലം പ്രതിപക്ഷ പാർട്ടികളിലെ അംഗങ്ങളോ അല്ലെങ്കിൽ ഇവിടുത്തെ ഉന്നതരായിട്ടുള്ള ഭരണഘടനാ അതോറിറ്റികളോ ജഡ്ജിമാരോ ഇവിടുത്തെ ആക്ടിവിസ്റ്റുകളോ മാത്രമല്ല, അവരുടെ തന്നെ പാർട്ടിയിലുള്ള ആളുകളെ, അവരുടെ അന്വേഷണ ഏജൻസികളുടെ തലപ്പത്തുള്ള ആളുകളെ, അവരോട് ഏറ്റവും അധികം ലോയൽറ്റി കാണിച്ചു എന്ന് നമുക്ക് തോന്നിയിട്ടുള്ള പല വ്യക്തികളെ ഒക്കെ തന്നെ ഇവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സഞ്ജയ് കുച്റോ എന്ന് പറയുന്ന സ്മൃതി ഇറാനിയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഉദ്യോഗസ്ഥൻ ഈ ലിസ്റ്റിലുണ്ട്. അതേപോലെ തന്നെ ജി പരമേശ്വര എന്ന് പറയുന്ന കർണാടകത്തിലെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഉണ്ട്. കർണാടകത്തിൽ പാർട്ടിയിലെ ആശയക്കുഴപ്പങ്ങളെ കുറിച്ചുള്ള വാർത്ത വായിച്ചുകൊണ്ടാണ് ശരത് ഇന്ന് ബുള്ളറ്റിൻ തുടങ്ങിയത് തന്നെ. അതേപോലെ തന്നെ അവരുടെ തന്നെ ഈ പറയുന്ന 2 മന്ത്രാലയങ്ങളുടെയും ഉത്തരവാദിത്വമുള്ള അശ്വിനി വൈഷ്ണവ് ഉണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് അശ്വിനി വൈഷ്ണവ് ഇതിനെതിരെ പ്രതികരിക്കാത്തതെന്നായിരുന്നു ശരത്തിന്റെ ആശങ്ക. അണ്ണാക്കി പുഴുത്താൽ പിന്നെ വിഴുങ്ങാനല്ലേ മാർഗമുള്ളൂ ശരത്തെ. ഇങ്ങനെ സ്വന്തം മന്ത്രിമാരെയും അവരുടെ സ്റ്റാഫിനെയും തന്നെ സ്നൂപ്പ് ചെയ്യുന്ന ഈ കേന്ദ്ര ഗവൺമെന്റിന് അവരിൽ തന്നെയുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇതേപോലെ രാജ്യത്തിന്റെ പരമാധികാരത്തെയും സെക്യൂരിറ്റിയെയും ബാധിക്കുന്ന ഈ പ്രശ്നമുണ്ടായിട്ടും അനാസ്ഥ കാണിക്കുന്ന ഈ സർക്കാർ വാസ്തവത്തിൽ രാജിവെച്ചൊഴിയേണ്ട കാലം കഴിഞ്ഞു പോയിരിക്കുകയാണ്. ഇതിന് ശരിക്കും രാജ്യാന്തര റൂട്ടുകൾ ഉണ്ടോ എന്നും നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരം തന്നെ ഏത് നിമിഷവും അപകടത്തിലാകുമോ എന്നുള്ള ആശങ്കയാണ് നമ്മളെ പോലെയുള്ള സാധാരണക്കാരായ ആളുകൾക്കുള്ളത്. എന്തുകൊണ്ടാണ് അലോക് കുമാർ എന്ന് പറയുന്ന CBI ചീഫ്, അസ്താന എന്ന് പറയുന്ന നിലവിലുള്ള BSFന്റെ തലവൻ, അദ്ദേഹവും മുമ്പ് CBIയിലായിരുന്നു, മറ്റു പല CBI ഉദ്യോഗസ്ഥന്മാരും, ഗംഗാദീപ് കാംഗ് എന്ന് പറയുന്ന നിപ വൈറസിനെതിരെ കൃത്യമായ പ്രതിവിധി കണ്ടുപിടിച്ച അതിന്റെ ടീമിലുണ്ടായിരുന്ന പ്രശസ്തനായിട്ടുള്ള വൈറോളജിസ്റ്റ് ഹരി മേനൻ എന്ന് പറയുന്ന ബിൽ ആൻഡ് മെലിൻഡ ഫൗണ്ടേഷന്റെ ഇന്ത്യയിലെ ഹെഡ്, സായിബാബയുടെ ഭാര്യയായിട്ടുള്ള വസന്തകുമാരി, ബെർണൻ ഗോൺസാൽസ്, അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഈ പട്ടികയിലുണ്ട്. രാഹുൽ ഗാന്ധി ഉണ്ട്. രാഹുൽ ഗാന്ധി എന്താ തവിട് കൊടുത്ത് മേടിച്ചതാണോ? എന്തുകൊണ്ടാണ് ഇവിടെ കോൺഗ്രസ് ഒരു പ്രക്ഷോഭവുമായിട്ട് ഇറങ്ങാത്തത്? എന്താണ് അവർ തെരുവിലിറങ്ങി 2 മുദ്രാവാക്യം പോലും വിളിക്കാത്തത്? എന്തുകൊണ്ടാണ് ഇവരിൽ ആരും ഫണ്ടമെന്റൽ റൈറ്റ് നേരിട്ട് വയലേറ്റ് ചെയ്തിരിക്കുന്ന ആളല്ലേ രാഹുൽ ഗാന്ധി? അദ്ദേഹം എന്തുകൊണ്ടാണ് ഇതിനകത്തൊരു ലിസ്റ്റിൽ പേരുണ്ട് എന്ന് പറഞ്ഞ് ഒരു കേസ് പോയിട്ട് ഒരു കത്തെങ്കിലും ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിന് അയക്കാത്തത്? പിന്നെ ശരത്ത് മുമ്പ് പറഞ്ഞ 2018-2019 കാലഘട്ടം, ഇന്ത്യയിൽ ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുമ്പുള്ള കാലഘട്ടം, അത് മാത്രമാണോ അതിന്റെ പ്രത്യേകത? അയോധ്യയിലടക്കം റാഫേലടക്കം സുപ്രീം കോടതി വിധി പറഞ്ഞ ഒരു കാലഘട്ടം കൂടിയല്ലായിരുന്നോ? അയോധ്യയിലും റാഫേലിലും ഒക്കെ വിധി പറയുമ്പോൾ കശ്മീരിന്റെയും പൗരത്വ നിയമ ഭേദഗതിയെ കുറിച്ചുമുള്ള കേസുകൾ അവിടെ ഇപ്പോഴും ബധിരകർണങ്ങളിൽ എന്നപോലെ കെട്ടിക്കിടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ആരായിരുന്നു അവിടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നത്? രഞ്ജൻ ഗൊഗോയ് ആയിരുന്നു അവിടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നത്. അദ്ദേഹം ഇപ്പോ എവിടെയാണ്? ഇദ്ദേഹം ഇപ്പോ BJP പാളയത്തിലാണ്. ഓസിന് രാജ്യസഭ MP എന്ന് പറയുന്ന സ്ഥാനം കിട്ടി അദ്ദേഹം പോയിരിക്കുകയാണ്. എങ്ങനെയാണ് പോയത്? അദ്ദേഹം സുപ്രീം കോടതിയിൽ നിന്ന് സ്ഥാനമൊഴിഞ്ഞ സീറ്റിന്റെ ചൂടാറുന്നതിന് മുമ്പാണ് പോയത്. അതിനു മുമ്പ് അദ്ദേഹത്തെ കേന്ദ്ര സർക്കാർ വരുതിയിലാക്കി എന്ന് തോന്നുന്ന സംഭവം ഏതായിരുന്നു? അദ്ദേഹത്തിന് എതിരെ വന്ന ലൈംഗിക ആരോപണ വിവരം
പുറത്തു വന്നതും ഒരു സ്ത്രീ പരാതി കൊടുത്തതായിരുന്നു. ആ സ്ത്രീയുടെയും അവരുടെ 11 ബന്ധുക്കളുടെയും ഫോൺ ടാപ്പിംഗിലാണ് എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ സുപ്രീം കോടതിയിലെ വിധിന്യായങ്ങൾ ഏത് രീതിയിലായിരുന്നു? ഏതെങ്കിലും ഒരു ജഡ്ജിയെ കഴുത്തിന് പിടിച്ചു വെച്ചുകൊണ്ടാണോ പുറപ്പെടുവിച്ചിരുന്നത് എന്നുള്ളതിൽ ന്യായമായി നമുക്കൊക്കെ സംശയം തോന്നാവുന്നതല്ലേ? ലവാസയെ പോലെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ അദ്ദേഹത്തെ ഇൻകം ടാക്സിനെ കൊണ്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിരുന്നു. അതുകൂടാതെ അദ്ദേഹത്തിന്റെ ഫോൺ ടാപ്പ് ചെയ്യപ്പെട്ടു എന്നുള്ളത് ഇവിടെ തിരഞ്ഞെടുപ്പുകൾ എത്രത്തോളം അട്ടിമറിക്കപ്പെട്ടിരുന്നു എന്നുള്ളതിനെ കുറിച്ചല്ലേ സൂചന നൽകുന്നത്? ഇവിടുത്തെ കേന്ദ്ര ഏജൻസികളെ വിട്ടുകൊണ്ടാണ് ഇവിടുത്തെ BJP ഇതര NDA ഇതര സർക്കാരുകളെ അട്ടിമറിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള കേന്ദ്ര ഏജൻസികളുടെ തലപ്പത്തിരിക്കുന്നവരുടെ ഫോൺ ചോർത്തിയിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ രഹസ്യങ്ങളൊന്നും ഈ അത്രമേൽ രഹസ്യങ്ങളല്ല എന്നല്ലേ സൂചിപ്പിക്കുന്നത്? ഇതൊക്കെ ആരുടെ ടാക്സ് പൈസ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്? എന്റെയും ശരത്തിന്റെയും ഈ പറയുന്ന BJP പ്രവർത്തകരുടെയും ഒക്കെ പൈസ കൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ തുടർ മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണ സംഘത്തെ കൊണ്ട്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കൊണ്ട് തന്നെ അന്വേഷിപ്പിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞ് ശ്രീ ജോൺ ബ്രിട്ടാസ് സുപ്രീം കോടതിയെ സമീപിച്ചതിനും മറ്റൊരു കാരണമുണ്ട്. അതിലേക്ക് പറഞ്ഞേ മതിയാകൂ. ഒരു മിനിറ്റ് കൂടെ തരണം. ഇന്ന് ചാരക്കേസിൽ DK ജെയിൻ റിപ്പോർട്ട് പുറത്തു വന്നത് ശരത്തും അറിഞ്ഞിട്ടുണ്ടാവും. ഈ DK ജെയിൻ റിപ്പോർട്ട് 2018 ഈ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തത്. ഒരുപാട് ഒച്ചപ്പാടുകളും വലിയ വാർത്താ പ്രാധാന്യവും ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഈ കേസ് കുത്തിപ്പൊക്കിയ ഒരു കേസാണോ, വ്യാജ കേസായിരുന്നോ എന്നൊക്കെ അറിയാൻ ഒരു റിട്ടയർഡ് ജഡ്ജിയെ നിയമിച്ചുകൊണ്ട് അന്വേഷിക്കുകയായിരുന്നു ചെയ്തത്. നമ്മുടെയൊക്കെ ടാക്സ് കാശ് കൊടുത്തുകൊണ്ടാണ് ഈ ജഡ്ജിക്കും ആ കമ്മീഷൻ അംഗങ്ങൾക്കും ഒക്കെ ചെല്ലും ചെലവും ഒക്കെ കൊടുത്തത്. എന്നിട്ട് ആ റിപ്പോർട്ട് ഇന്ന് വന്നതിന് ശേഷം ആ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല. ഈ ദിവസമാണ് ആ കമ്മീഷന്റെ പ്രവർത്തനം തന്നെ അവസാനിച്ചത്. റിപ്പോർട്ട് വന്നു, പക്ഷെ റിപ്പോർട്ട് ടാക്സ് പെയർ ആയിട്ടുള്ള നമുക്കറിയില്ല. ഇനി അതിനകത്ത് കേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ CBI പ്രത്യേകം FIR ഇട്ട്, ഇപ്പൊ ഈ അടുത്ത ദിവസമാണ് FIR ഇട്ടിട്ട് അതിൽ അന്വേഷണം വന്നാൽ മാത്രമേ, ഒരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷനിലൂടെ മാത്രമേ ശിക്ഷ നടപ്പാക്കാൻ പറ്റൂ എന്നാണ് ഇന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ഇപ്പോ പെഗാസസ് എന്ന് പറയുന്ന ഇഷ്യൂവില് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെക്കണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും BJPക്ക് സന്തോഷമുണ്ടായിരിക്കും, ഇതിനകത്ത് ഉൾപ്പെട്ട സകല ആരോപിതർക്കും സന്തോഷമുണ്ടായിരിക്കും. അത് അനുവദിക്കപ്പെടുകയും അങ്ങനെ ഒരു കമ്മീഷൻ വരികയും ചെയ്താൽ തന്നെ അതിന്റെ റിപ്പോർട്ട് വരുമെന്നോ, ഇനി റിപ്പോർട്ട് വന്നാൽ തന്നെ അതിനെ സംബന്ധിച്ച് ആ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി കുറ്റാരോപിതരായിട്ടുള്ള ആളുകൾക്കെതിരെ നടപടി എടുക്കുമെന്നോ യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് തന്നെയാണ് കോർട്ട് മോണിറ്റേർഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ വേണം എന്നുള്ള കാര്യത്തിൽ നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇനി അടുത്തൊരു കാര്യം, ഈ കോർട്ട് മോണിറ്റേർഡ് ഇൻവെസ്റ്റിഗേഷന്റെ ഒപ്പം തന്നെ ഇന്ന് ഇപ്പൊ വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തു. അതേപോലെ കേരളത്തിലും അപ്പോയിന്റ് ചെയ്താൽ പോരെ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നത് കൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ ഒരു ജുഡീഷ്യൽ കമ്മീഷന് പ്രത്യേകിച്ച് പ്രാധാന്യം ഒന്നും ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി രണ്ടാമതായിട്ടുള്ള കാര്യം, ഇങ്ങനെയുള്ള ഒരു ടാപ്പിംഗ് നടക്കുകയും അത് നിയമപരമായിട്ട് സെക്ഷൻ 52 ഓഫ് ദി ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ട് അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ IT ആക്ടിന്റെ സെക്ഷൻ 69 അനുസരിച്ചോ ടെലിഗ്രാഫ് റൂൾസിന്റെ 419 അനുസരിച്ചോ അല്ല എങ്കിൽ അത് തീർച്ചയായിട്ടും കുറ്റകൃത്യമാണ്. ആ കുറ്റകൃത്യം നടത്തിയിട്ടുള്ള ആളുകളെ ശിക്ഷിക്കേണ്ടതുണ്ട്. അങ്ങനെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, അങ്ങനെ കുറ്റകൃത്യം നടത്തിയ ആളുകളെ ശിക്ഷിക്കുന്നതിന് വേണ്ടി ഈ അന്വേഷണം നടത്തുക എന്ന് പറയുന്ന ഇവിടുത്തെ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പോ ആംനസ്റ്റിയുടെ ലാബുകളിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലായിരിക്കാം എങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ലാബുകൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള ലാബുകൾ ഉണ്ടല്ലോ, ആളുകളുടെ കണ്ണിൽ പൊടിയിടാനെങ്കിലും എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഒരു അന്വേഷണം മുമ്പോട്ട് വെക്കാത്തത്? നിങ്ങൾ ഭയങ്കരമായ രീതിയിൽ രാജ്യസ്നേഹികളല്ലേ, നിങ്ങൾ രാജ്യത്തിനെതിരെ, നിങ്ങൾ ഭരണ പോളിസികൾക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നവരെ പോലും അവരുടെ റൈറ്റ് ടു എക്സ്പ്രഷന് ചില്ലിങ് എഫക്ട് ഉണ്ടാക്കുന്ന രീതിയിൽ ആ നിമിഷം തന്നെ മരവിപ്പിക്കുന്ന രീതിയിൽ ക്രിമിനൽ കേസുകൾ ചാർത്തി വർഷങ്ങളോളം തടവിലിടുന്ന ആളുകളല്ലേ. സ്റ്റാൻ സ്വാമിയും ഐഷ സുൽത്താനയും ഒക്കെ ഉദാഹരണങ്ങളല്ലേ. അപ്പൊ ഇതേപോലെയുള്ള നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ രാജ്യത്തിന്റെ സുഭദ്രതയെ, ഇന്റഗ്രിറ്റിയെ തകർക്കുന്ന ഒരു പ്രശ്നമുണ്ടായിട്ട് അന്വേഷണം ഉണ്ടാക്കാതിരിക്കുന്നത്? ഒരു വീട്ടിൽ കള്ളൻ കയറിയാൽ വീട്ടുകാരൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നില്ല എങ്കിൽ ഒന്നാമത് സംശയിക്കേണ്ട കള്ളൻ എന്ന് പറയുന്നത് ആ വീട്ടിലെ ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥയാണ്. ഇന്ത്യയിൽ ഇതുപോലെ ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ ഇന്ത്യൻ ഭരണകൂടം നിശബ്ദമാകുന്നുണ്ടെങ്കിൽ ആ നിശബ്ദത ആര് പാലിക്കുന്നുവോ അവരൊക്കെ കുറ്റക്കാരാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു.
വളരെ ശക്തമായ പ്രതിഷേധം രാജ്യത്ത് ഈ വിധം നിൽക്കുമ്പോഴും അതിനോട് ആ ചോദ്യങ്ങളോട് ഉത്തരമില്ല, അന്വേഷണം പ്രഖ്യാപിക്കുന്നില്ല എന്നിടത്താണ് ഈ വിഷയം നിൽക്കുന്നത്. പ്രൊഫസർ എ ജി ജോർജ്, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പറഞ്ഞതുപോലെ പൗരൻ്റെ സ്വകാര്യതയ്ക്ക് മേലുള്ള കടന്നുകയറ്റം 2017 പുട്ടുസ്വാമി വിധിന്യായത്തിൽ, ആ കേസിലെ വിധിന്യായത്തിൽ പറയുന്ന സുപ്രീം കോടതി അംഗീകരിച്ച മൗലികാവകാശങ്ങളുടെ ലംഘനം എന്നൊരു പ്രശ്നം, മറുഭാഗത്ത് ഈ പറഞ്ഞ സൈബർ കുറ്റകൃത്യം, ഇതെല്ലാം ആ നിലയ്ക്ക് അന്വേഷിക്കേണ്ടതായ ഒരു പശ്ചാത്തലം നിൽക്കുന്നു. നേരത്തെ ശ്രീ ശിവദാസൻ MP സൂചിപ്പിച്ചതുപോലെ രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് ഇതിലെടുക്കുന്ന ഫ്ലോറിലടക്കം, പാർലമെൻറ്റിലടക്കം എടുക്കുന്ന നിലപാടുകളിൽ, അല്ലെങ്കിൽ അവരുടെ നിലപാടിൻ്റെ മൂർച്ചയില്ലായ്മയെക്കുറിച്ച് സൂചിപ്പിച്ചത് ഒരു പ്രശ്നം. മറുഭാഗത്ത് മമതാ ബാനർജി തോന്നിയതുപോലെ ജുഡീഷ്യൽ അന്വേഷണത്തിന് പോകുന്നു. അതിൻ്റെ ഒട്ടും ശരിയില്ലാത്ത, ഗുണമില്ലാത്ത വശത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് സ്മിത സൂചിപ്പിക്കുകയും ചെയ്തു. സത്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ വലിയ ആശ്വാസം ഈ പ്രതിപക്ഷത്തിലെ ഏകോപനമില്ലായ്മയോ കോർഡിനേഷനില്ലായ്മയോ ആണ്. നേരത്തെ ഈ ഒരു കാര്യത്തിൽ ഏതെങ്കിലും ഒരു പ്രാദേശികമായ അന്വേഷണം കൊണ്ട് പ്രശ്നം പരിഹരിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. കാരണം ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് അതിനേക്കാളൊക്കെ വളരെ വലുതാണ്. ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തുന്നത് കൊണ്ട് പരിമിതമായ കാര്യങ്ങൾ മാത്രമേ വെളിപ്പെട്ട് വരികയുള്ളൂ. അത് തന്നെ ഒരു റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിനെ വെച്ചുകൊണ്ടാണ് അന്വേഷണം നടത്തുന്നത്. അവർക്ക് താല്പര്യമുള്ള വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ അവിടുത്തെ നേതാക്കൾക്കോ എന്തെങ്കിലും ദോഷമുള്ള പരാമർശങ്ങളുണ്ടോ എന്നതിലായിരിക്കാം സ്വാഭാവികമായി അതിന് ഊന്നൽ കൊടുക്കുന്നത്. അതിനെയും ഒരു രാഷ്ട്രീയം കളിക്കേണ്ട വിഷയമല്ല ഇത്. അതിലേക്കാണ് ഞാൻ വരുന്നത് ശരത്തെ. അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞു കേരള ഗവൺമെൻറ്റും അതുപോലെ ഒന്ന് ആയിക്കൂടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ, ഈ ഫെഡറൽ സംവിധാനമുള്ള സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സംസ്ഥാനത്തിൻ്റെ വിഷയമായി ഇതിനെ ലഘൂകരിക്കുന്നതും ചെറുതാക്കി കാണുന്നതും ശരിയല്ല, അടിസ്ഥാനപരമായി ശരിയല്ല. ഇത് ദേശത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇത് കന്യാകുമാരി മുതൽ അല്ലെങ്കിൽ കാശ്മീർ വരെയുള്ള ജനങ്ങളെ മുഴുവൻ 136 കോടി ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നമാണ്. ശരത്ത് പറഞ്ഞതുപോലെ ഈ സ്വകാര്യതയിലേക്ക് കടന്നു കയറാൻ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത്? മനുഷ്യൻ്റെ സ്വകാര്യത എന്ന് പറയുന്നത് നല്ല ഒരളവ് വരെ അവന് മാത്രം അവകാശപ്പെട്ടതാണ്. അതിൽ കടന്നു കയറാൻ ഇന്ന് രാജ്യത്ത് യാതൊരു നിയമവുമില്ല. രണ്ടാമത്തെ പ്രശ്നം, അഭിപ്രായ സ്വാതന്ത്ര്യം ഇന്ന് നമുക്കില്ലേ? ഇവിടെ ഇടയ്ക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം പോലും നിരോധിക്കാൻ തക്കതായ നിയമം കൊണ്ടുവന്നപ്പോൾ സുപ്രീം കോടതി പോലും അത് എടുത്തു കളഞ്ഞതായിട്ടുള്ള ഒരു സാഹചര്യം നമ്മുടെ മുൻപിലുണ്ട്. അപ്പം മനുഷ്യർക്ക് അഭിപ്രായം പറയാൻ, പൗരന്മാർക്ക് അഭിപ്രായം പറയാൻ, അത് വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ, ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ, ഇതെന്താ ഒരു ഫാഷിസ്റ്റ് രാജ്യമാണോ ഇത് ഇന്ത്യ? ജനാധിപത്യ രാജ്യത്തിൽ ആളുകൾക്ക് അഭിപ്രായം പറയാൻ, വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ, വിമർശിക്കുവാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നിരോധിക്കാൻ വേണ്ടി മറ്റൊരു രാജ്യത്തുനിന്ന് വളരെ രഹസ്യമായി ഏതെങ്കിലും തരത്തിലുള്ള സ്പൈ സോഫ്റ്റ്വെയർ കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് കടന്നു കയറുക എന്ന് പറയുന്നത് രാഷ്ട്രീയമായി അധാർമികമാണ്, രാഷ്ട്രീയ സദാചാരമില്ലായ്മയാണ് എന്നുകൂടെ പറയാനായി ഞാൻ ശ്രമിക്കുകയാണ്. രണ്ടാമത് ശരത്ത് ചോദിച്ച ചോദ്യം, ഇതിനകത്ത് പാർലമെൻറ്റിൽ ഒരു ഐക്യം ഉണ്ടായേ മതിയാവൂ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു കക്ഷി മാറി നിൽക്കുകയാണെങ്കിൽ ആ കക്ഷി സ്വാഭാവികമായി ജനങ്ങളുടെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിനകത്ത് ആർക്കാണ് കൂടുതൽ ഡാമേജ് ഉണ്ടായത്? ഞങ്ങൾക്ക് കുറച്ചേ ഉണ്ടായുള്ളൂ, നിങ്ങൾക്കല്ലേ കൂടുതൽ ഉണ്ടായതെന്ന് പറഞ്ഞ് പ്രതിപക്ഷ ഭാഗത്ത് ഒരു വിഭാഗീയത ഉണ്ടാക്കുന്നത് ഈ പ്രശ്നത്തിൽ ഒരിക്കലും യോജിച്ചതല്ല. അത് തീർച്ചയായും അവർ തുറന്നു കാണിക്കപ്പെടുമെന്നതിനെ സംബന്ധിച്ച് യാതൊരു സംശയവുമില്ല. അത് കോൺഗ്രസ് ആയാലും ശരി, തൃണമൂൽ കോൺഗ്രസ് ആയാലും ശരി, DMK ആയാലും ശരി, ഏത് പ്രാദേശിക കക്ഷികളാണെങ്കിലും ശരി, ഈ വിഷയത്തിൽ ഏക ശബ്ദത്തോടുകൂടെ പ്രതിരോധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതിനേക്കാൾ വലുതായ അപകടം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ, ശരത്ത് പറഞ്ഞതുപോലെ, ഇതിനകത്ത് അസാധാരണമായ ദുരൂഹതയുണ്ട്. വളരെ ചെറിയ ഒരു ഉത്തരം കൊടുത്താൽ മതിയല്ലോ. ഇവിടെ ബഹുമാന്യനായ രാജ്യസഭ MP പറഞ്ഞു, എവിടെ എന്നാണ് ഈ പെഗാസസ് ആരുടെ കയ്യിൽ വന്നത്, എങ്ങനെയാണ് ഇതിവിടെ എത്തിയത്, ആരാണിത് ഉപയോഗിച്ചത് എന്നതിനൊരു ഉത്തരം കണ്ടെത്താമെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ 75% പരിഹരിക്കപ്പെട്ടില്ലേ? അപ്പോൾ അത് ഉത്തരം കൊടുക്കാതിരിക്കുന്നത് തന്നെ ബോധപൂർവമാണ് എന്ന് തന്നെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അറിവോടുകൂടിയാണ്, നിലവിലുള്ള ഗവൺമെൻറ്റിൻ്റെ അറിവോടുകൂടിയാണ്, അല്ലെ ഗവൺമെൻറ്റിൻ്റെ ബന്ധമുള്ള ഏജൻസി വഴിയായിട്ടാണ് ഈ പെഗാസസ് എന്ന് പറയുന്നതായിട്ടുള്ള സ്പൈവെയർ ഇന്ത്യയിൽ എത്തിയത് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. അതിൻ്റെ പ്രാദേശികമായിട്ടുള്ള, അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള പശ്ചാത്തലം ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാനത് ആവർത്തിക്കാൻ ശ്രമിക്കുന്നില്ല. അതായത് 2018-19 കാലത്തെക്കുറിച്ച് ശരത്ത് പറഞ്ഞു. അതിൻ്റെ പ്രാധാന്യം നമുക്ക് എന്താണെന്നുള്ളത് അറിയാം. ഞാൻ കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. അതിനുശേഷം പറഞ്ഞു, ഇവിടെ നേരത്തെ ബഹുമാനിയായ വക്കീൽ പറഞ്ഞു, നിരവധി തലങ്ങളിലുള്ള ആളുകൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്.
സ്വന്തം പാർട്ടിയിലുള്ളവർ ഉൾപ്പെട്ടിട്ടുണ്ട്. yes. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണല്ലോ ഈ രാജ്യത്തെ മാധ്യമ പ്രവർത്തകർ. 40 മാധ്യമ പ്രവർത്തകരാണ് ഇതിനകത്ത് ഉൾപ്പെട്ട് നിൽക്കുന്നത്. എന്താണ് അവരുടെ വായടപ്പിക്കാൻ നടത്തുന്ന ഇത്രയും വലിയ ശ്രമം? അപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളുടെ വായടപ്പിക്കുക, എതിർ ശബ്ദം പുറപ്പെടുവിക്കുന്നവരുടെ വായടപ്പിക്കുക, സ്വകാര്യതയിൽ കൈകടത്തുക. ഒരു കാര്യം കൂടെ ശരത് ഓർമ്മണം, എന്താണ് ഈ പെഗാസസ് സോഫ്റ്റ്വെയർ യഥാർത്ഥത്തിൽ ഡിസൈൻ ചെയ്തപ്പോൾ ഇസ്രായേൽ ഉദ്ദേശിച്ചത് 2 കാര്യങ്ങളാണ്. ഒന്ന് ടെറർ, അല്ലെങ്കിൽ അതായത് ഈ തരം ഭീകര പ്രവർത്തനങ്ങൾ കണ്ടെത്താനായിട്ടുള്ളത്, അതുപോലെ തന്നെ ആഗോള പ്രാധാന്യമുള്ള ക്രിമിനൽ കുറ്റങ്ങൾ കണ്ടെത്താൻ മാത്രമേ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള വ്യക്തമായ വ്യവസ്ഥകളിലൂടെയാണ്. ഇവിടെ ആരാണ് ഈ ഭീകര പ്രവർത്തനം നടത്തിയത്? ഇവിടെ ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ജഡ്ജിക്കെതിരെ ആരോപണം ഉന്നയിച്ച ആ സ്ത്രീയാണോ ഇവിടെ ഭീകര പ്രവർത്തനം നടത്തിയത്? അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയുടെ കൂടെ നടക്കുന്ന അദ്ദേഹത്തിന്റെ സ്വകാര്യ സുഹൃത്തുക്കളാണോ ഇവിടെ ഭീകര പ്രവർത്തനം നടത്തിയത്? അല്ലെങ്കിൽ വിയോജിപ്പും ഭീകരതയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കാലത്താണ്, കാലത്താണ് ജീവിക്കുന്നത്. ശരത്ത് പറഞ്ഞ് വളരെ ശരിയാണ്. ഇപ്പോൾ ആരെ വേണേലും ഭീകരന്മാരായി ചിത്രീകരിച്ചുകൊണ്ട് ചുറുങ്കിലടയ്ക്കുവാൻ തക്ക രീതിയിലേക്ക് ഈ തരത്തിലുള്ള ഒളിച്ചുകളി, ദുരൂഹമായിട്ടുള്ള ഈ തരം പ്രവർത്തനങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയമായി അധാർമികമാണ്, സദാചാരമില്ലായ്മയാണ്. ഒരു കാരണവശാലും ഇത് BJPക്ക് മുന്നോട്ട് ഈ തരത്തിൽ കൊണ്ടുപോകാൻ സാധ്യമല്ല. രാജ്യം തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ ഡോക്ടർ ശിവദാസൻ, 2 തരത്തിലാണ് രാജ്യത്തെ പൗരന്മാർ കാത്തിരിക്കുന്നത്. ഒന്ന്, സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഹർജിയിലൂടെ ജസ്റ്റിസ് NV രമണ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ രാജ്യദ്രോഹ കുറ്റം ഇല്ലാതാക്കേണ്ട കാലം അവസാനിച്ചില്ലേ എന്ന നിലയിൽ അതിശക്തമായി ഇടപെട്ടതുപോലെ ഇപ്പോഴത്തെ പുതിയ ഹർജിയുടെ പശ്ചാത്തലത്തിൽ ഇടപെട്ടുകൊണ്ട് എങ്ങനെ കോടതി മുന്നോട്ട് പോകുന്നു, ഏതൊക്കെ തരത്തിൽ ഇടപെടുന്നു? 1. 2, വലിയ പ്രതീക്ഷ പാർലമെൻറ്റിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് സംസാരിക്കാനും നിങ്ങളുടെ പ്രമേയങ്ങൾക്ക് പരിഗണന വിഷയമാക്കാനും ഒന്നും സമ്മതിക്കുന്നില്ലെങ്കിലും നമ്മുടെ പാർലമെൻറ്റിൽ പ്രത്യാശയോടുകൂടി കാത്തിരിക്കുന്ന ഒരു പൗരസമൂഹമാണ് നമ്മുടേത്. അവിടെയാണ് പ്രതിപക്ഷത്തിൻ്റെ ജാഗ്രതയെക്കുറിച്ച്, ഈ ക്രിമിനൽ കുറ്റങ്ങളിൽ പങ്കാളികളായിട്ടുള്ള ആളുകൾ ശക്തരാണ് എങ്കിൽ പ്രതിപക്ഷം പല കാരണങ്ങൾ കൊണ്ട് ദുർബലമാകാനോ ചിഹ്ന ഭിന്നമാകാനോ പാടില്ല. അതിൻ്റെ പല ഷെയ്ഡ്സാണ് ഈ ചർച്ചയിൽ താങ്കളും അഡ്വക്കേറ്റ് രശ്മിതയും സൂചിപ്പിച്ചത്. അതിൽ ആശങ്കയും ഈ രാജ്യത്തിനുണ്ട്. ശരത്, ഇവിടെ ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം ശരത് ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ. പാർലമെൻറ്റിൽ അതിശക്തമായ നിലപാടെടുക്കുന്നു. പെഗാസസിലും കർഷക പ്രശ്നത്തിലും എല്ലാം അത് ഇടതുപക്ഷത്തിൻ്റെ നിലപാട് ഏറ്റവും ശക്തമായ നിലയിൽ തന്നെ ഉന്നയിക്കപ്പെടുന്നു. കോടതിയിൽ ജോൺ ബ്രിട്ടാസ് ഇപ്പോൾ കൊടുത്തിട്ടുള്ള റിട്ട് ഹർജി, അത് കോടതിയെയും സമരഭൂമിയാക്കി മാറ്റുക എന്നുള്ള തലത്തിലാണ് നാം നോക്കിക്കാണേണ്ടത്. തെരുവിൽ കർഷക പ്രസ്ഥാനവും ബഹുജന പ്രസ്ഥാനങ്ങളും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന സമരങ്ങൾ, ഇങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷം ഇടപെടുന്നു. പാർലമെൻറ്റിലെ അംഗത്വത്തിൻ്റെ ശക്തി എടുത്തു കഴിഞ്ഞാൽ പലരുടെയും പുറകിലാണെങ്കിലും, എന്നാൽ ഇതര ഇടങ്ങളിലെ സമരശേഷിയിൽ, സമരങ്ങളിൽ ആർക്കും പുറകിലല്ലാത്ത ഒരു സ്ഥാനം അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ഇടതുപക്ഷം പോകുന്നത്. അത് പെഗാസസിൻ്റെ വിഷയത്തിൽ ഉൾപ്പെടെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്ന് ഇന്ത്യയിലെ ജനാധിപത്യ ശക്തികളാകെ ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ സർക്കാരിൻ്റെ കൊള്ളരുതായ്മക്കെതിരായിട്ട് പൊരുതേണ്ടുന്ന ഒരു ഘട്ടത്തിൽ കേരളത്തിലെ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വം പാർലമെൻറ്റിൽ ഉൾപ്പെടെ മറ്റ് പലയിടങ്ങളിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ ശ്രദ്ധപ്പെടുത്തണം തോന്നുകയാണ്. കേരളത്തിലെ സർക്കാരിനെ എങ്ങനെയെല്ലാം അപഹസിക്കാൻ പറ്റുമോ, എങ്ങനെയെല്ലാം ആക്രമിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അവരുടെ പലപ്പോഴും ഉള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് തോന്നിപ്പോവുകയാണ്. രാജ്യം വലിയൊരു പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ രാജ്യമാകെ ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ മൗലികാവകാശ ലംഘനത്തിനെതിരായിട്ട്, ജനതയെ വേട്ടയാടുന്നതിനെതിരായിട്ട് പൊരുതേണ്ടുന്ന ഒരു ഘട്ടത്തിൽ അതിൽ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വലിയ നിലയിൽ പിന്തുണ വന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഒരു സർക്കാരിനെ എങ്ങനെ ആക്രമിക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസ് ചുരുങ്ങി വരികയാണ് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു ചിത്രം. ഇനി രണ്ടാമത്തെ വിഷയം എന്താണ്? ഇതിനകത്ത് ഇന്ത്യയിലെ എല്ലാ മേഖലയിലുള്ളവർ, സയൻറ്റിസ്റ്റുകൾ, മാധ്യമപ്രവർത്തകർ, മറ്റ് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവർ, ഇവരെല്ലാം ഒരു ചേരിയിലേക്ക് അണിനിരത്തിക്കൊണ്ട് നേരത്തെ ചോദിച്ച ചോദ്യം, ഈ പെഗാസസ് സോഫ്റ്റ്വെയർ ഇന്ത്യ വാങ്ങിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ആവർത്തിച്ചുയർത്താനും BJPയിലെ തന്നെ അമർഷമുള്ള ഒരു വിഭാഗം, വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം BJPയിലുണ്ട്. ആ BJPയിൽ ഉൾപ്പെടെയുള്ള ആ വിഭാഗത്തിനെതിരായിട്ടുമുള്ള ഒരു ശക്തമായിട്ടുള്ള നിലപാട് നമ്മുടെ ഭാഗത്ത് ഉയർന്നു വരേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്.
ഇവിടെ അഡ്വക്കേറ്റ് സ്മിത് അവസാനമായി ഒരു ചുരുക്കം, വളരെ ചെറിയൊരു കമൻറ്റ്, നമ്മുടെ ചർച്ചയുടെ സമയം അവസാനിക്കുന്നുണ്ടാണ്. ഇപ്പോൾ പാർലമെൻറ്റിലെ പ്രതിപക്ഷ നിലപാട് അത് ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് MP സൂചിപ്പിച്ചു. സുപ്രീം കോടതിയിൽ വന്നിട്ടുള്ള ഹർജി, ജോൺ ബ്രിട്ടാസ് MP കൊടുത്ത ഹർജി, അതിൻ്റെ നിയമപരമായിട്ടുള്ള വലിയ സാധ്യത, അത് സർക്കാരിനെ സംബന്ധിച്ച് തലവേദന ഉണ്ടാക്കുന്നതാണ്. ആ ചോദ്യങ്ങൾക്ക് അവിടെ ഉത്തരം പറയേണ്ടി വരും. പാർലമെൻറ്റിൽ പറയാതിരിക്കുന്ന ചോദ്യങ്ങളാണത്. ഇന്ത്യൻ സർക്കാരോ ഔദ്യോഗിക ഏജൻസികളോ ഈ പെഗാസസ് ചാര സോഫ്റ്റ്വെയർ വാങ്ങിയിട്ടുണ്ടോ? കോടതി ചോദിച്ചാൽ ഒരു വിശദീകരണം കൊടുക്കണമല്ലോ. നമ്മൾ കാത്തിരിക്കുന്നത് അതിലൂടെ എന്താണ് സർക്കാർ പറയാൻ പോകുന്നത് എന്നതുകൂടിയാണ്. അപ്പോൾ അവിടെയെങ്കിലും തടിതപ്പാതെ ഉത്തരം പറയിക്കാൻ ഈ ഹർജിയിലൂടെ ഒരു സാധ്യത രൂപപ്പെട്ടു വരുന്നുണ്ടോ? അവസാനമായി, കേന്ദ്ര സർക്കാർ ഒരു സോഫ്റ്റ്വെയർ വാങ്ങിയോ എന്നുള്ളതല്ല, വാങ്ങിയിട്ടുണ്ട് എങ്കിൽ അത് ഉപയോഗിച്ചിട്ടുണ്ടോ, ആർക്കൊക്കെ എതിരെ ഉപയോഗിച്ചിട്ടുണ്ട്? കാരണം ഇത് നമ്മുടെ ടാക്സ് പൈസ കൊടുത്തിട്ട് മേടിച്ച ഒരു സാധനമാണ്. ഇത് ഉപയോഗിച്ചുവെങ്കിൽ അത് ആർക്കൊക്കെ എതിരെ ഉപയോഗിച്ചു? അത് ഇന്ത്യയിലെ നിയമങ്ങൾ, ടെലിഗ്രാഫ് ആക്ടും IT ആക്ടും ഒക്കെ പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ ടെലിഗ്രാഫ് റൂൾസ് പറയുന്ന രീതിയിലാണോ ഉപയോഗിച്ചത്? അത് ഉപയോഗിച്ചത് എന്തിനു വേണ്ടിയാണ്? ഇന്ത്യയിലുള്ള ഡിസെൻഡിങ് വോയിസിനെയൊക്കെ അടിച്ചമർത്താനാണോ? ഇനി ഇവരല്ല ഉപയോഗിച്ചതെങ്കിൽ, ഇവരല്ല മേടിച്ചതെങ്കിൽ, തീർച്ചയായിട്ടും അത് നമ്മൾ വളരെയധികം ജാഗ്രത ആകേണ്ട നമ്മുടെ പരമാധികാരത്തെ തന്നെ, നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരത്തെ തന്നെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് അവരെന്നിട്ടും സ്വയം രാജ്യസ്നേഹികൾ എന്ന് പിന്നെയും പിന്നെയും വിളിച്ച് താലോലിക്കുന്ന വിമൽ കുമാർമാരായിട്ടുള്ള ഇവർ എന്തുകൊണ്ടാണ് ഇതിനെതിരെ ഒരു അന്വേഷണം നടത്താത്തത്? കട്ടവനൊപ്പമാണോ വീട്ടുകാരൻ, അതോ ആ വീട്ടുകാർക്കൊപ്പമാണോ വീട്ടുകാരൻ എന്ന് പറയുന്ന ആ ചോദ്യമാണ് ഇപ്പോ സമൂഹത്തിൽ മുഴുകി നിൽക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റിൽ ജനാധിപത്യത്തെ ഇവിടെ തടവുകാരാക്കി വെച്ചിട്ടുള്ള ഇന്നത്തെ സർക്കാരിനെതിരെ ഒത്തൊരുമിച്ചിട്ട് തന്നെ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ പ്രക്ഷോഭം നയിക്കേണ്ട ഒരു കാലാവസ്ഥയിലേക്കാണ് ഈ ഇന്ത്യൻ ജനാധിപത്യം നീങ്ങുന്നത് എന്നുള്ളത് വളരെ കഷ്ടകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. എങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധികൾക്ക് അഭിവാദ്യങ്ങൾ, പ്രത്യേകിച്ചും കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ഈ പൊരുതുന്ന MP-മാർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ അങ്ങേയറ്റം ഉജ്ജ്വലമായ അഭിവാദ്യങ്ങൾ. തീർച്ചയായും ആ ഗൗരവമുള്ളൊരു ഉത്തരവാദിത്വം പാർലമെന്റിനകത്തും അതുപോലെ തന്നെ സുപ്രീം കോടതിയിലടക്കം അഡ്വക്കേറ്റ് സ്മിതയെ പോലെയുള്ള അഭിഭാഷകരും ഒക്കെ ഏറ്റെടുക്കുന്ന കാലത്ത് അവിടെ നിന്ന് കിട്ടുന്ന ഓരോരോ കാര്യത്തിനായി, ഓരോരോ വിവരങ്ങൾക്കായി കാതോർത്തിരിക്കുന്ന ഒരു കാലമാണ് നമ്മുടെ മുമ്പിൽ. അവിടെയാണ് പ്രൊഫസർ AG ജോർജ് ഇത്തരം ചർച്ചകളുടെ പ്രസക്തി. കാരണം ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ അവശേഷിക്കുമ്പോഴും നമ്മൾക്കിതേക്കുറിച്ച് സംസാരിക്കാതിരിക്കാനേ ആവില്ല. അതാണ് വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യം. ഒറ്റ കാര്യം മാത്രം, അടിസ്ഥാനപരമായി ഇതിൽ വേണ്ടത് സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിലുള്ള ഒരു ശരിയായ അന്വേഷണം എന്നുള്ളതാണ്. ജുഡീഷ്യൽ അന്വേഷണം പോലെയുള്ള ഈ കണ്ണിൽ പൊടിയിടുന്ന ഏർപ്പാടുകൾക്കപ്പുറത്തേക്ക് പോകാനാവണം. അവിടേക്കാണ് യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയിലെ ഹർജിയും പാർലമെൻറ്റിലെ ചർച്ചകളും എത്തിച്ചേരേണ്ടത്. അവിടേക്ക് എത്തിച്ചേരുമോ കാര്യങ്ങൾ? നേരത്തെ ഞാൻ വളരെ ചുരുക്കി പറയാം. എൻ്റെ അഭിപ്രായത്തിൽ ബഹുമാന്യനായ ജോൺ ബ്രിട്ടാസ് കൊടുത്തിരിക്കുന്നതായ സുപ്രീം കോടതിയിലെ കേസ് ഇതിനൊരു വലിയ വഴിത്തിരി ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ കാര്യത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൻ്റെ അടിവേരിളക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളുമായി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഉത്തരം കൊടുക്കാൻ ഈ ഗവൺമെൻറ് വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറയുന്ന കമ്മീഷനെ സംബന്ധിച്ചൊക്കെ നമുക്കറിയാം, അതെവിടെ കൊണ്ടെത്തുമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് സുപ്രീം കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ഉത്തരവാദിപ്പെട്ടതായിട്ടുള്ള ഉന്നതാധികാരമുള്ള ജുഡീഷ്യൽ ഓഫീസർമാരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടത്തുന്ന ഒരു അന്വേഷണം കൊണ്ട് മാത്രമേ ഈ പറയുന്ന വലിയ മഞ്ഞുമല കണ്ടെത്താനായി സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന് ബഹുമാന്യനായ ജോൺ ബ്രിട്ടാസ് കൊടുത്തിരിക്കുന്ന ഈ പറയുന്നതായിട്ടുള്ള റിട്ട് പെറ്റീഷൻ അതിനൊരു മുഖാന്തരമായി തീരും. അത് ഇവരുടെ കണ്ണുകൾ തുറക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീ ശിവദാസൻ MP, ചർച്ചയ്ക്കുള്ള ഏതെങ്കിലും ഒരു സാഹചര്യം രൂപപ്പെട്ടു വരാൻ ഇടയുണ്ടോ? കാരണം നാളെയും സഭയുണ്ട്. ഈ നിലപാടുകൾ പ്രതിപക്ഷത്തിൻ്റേത് തുടരുന്നു. ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്ത കേന്ദ്ര സർക്കാർ. ചർച്ചയ്ക്കൊരു സാഹചര്യം രൂപപ്പെട്ടു വരാൻ ഇടയുണ്ടോ? സർക്കാരിൻ്റെ മനോഭാവം കൂടി ചേർത്താണ് എൻ്റെ ചോദ്യം. സർക്കാർ പിന്തുടരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത സമീപനമാണ്. 31 ബില്ലുകൾ എങ്ങനെയെങ്കിലും പാസ്സാക്കിയെടുത്താൽ മതി എന്നാണ് അവർ ചിന്തിക്കുന്നത്. നോക്കൂ, 29 ദിവസം മാത്രം സഭ സമ്മേളിച്ചാൽ, അതിൽ 19 ദിവസം മാത്രം വർക്കിംഗ് ഡേയ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഈ ദിവസങ്ങൾക്കിടയിൽ 31 ബില്ലുകൾ യാതൊരു ചർച്ചയും കൂടാതെ പാസ്സാക്കണമെന്നാണ് അവർ ചിന്തിക്കുന്നത്. ഒരു ബില്ല് ചർച്ച ചെയ്യാൻ ഒരു ദിവസം പോലും ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു സർക്കാർ.
വിശദമായി ചർച്ച ചെയ്യേണ്ടുന്ന പല വിഷയങ്ങളും ഉള്ളടങ്ങിയിട്ടുള്ള ഇലക്ട്രിസിറ്റി ബില്ലും നമ്മുടെ തൊഴിൽ നിയമങ്ങളും ഉൾപ്പെടുന്ന, അതുപോലെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന മൺസൂൺ സമ്മേളനം, ഈ ഘട്ടത്തിലുള്ള ഈ സർക്കാരിൻ്റെ സമീപനത്തിൽ എനിക്ക് തോന്നുന്നത് ഇവർ യാതൊരു നിലയിലും ജനാധിപത്യപരമായ ഉള്ളടക്കത്തെ അംഗീകരിച്ച് വരാൻ ഇടയില്ല എന്നാണ്. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ ഒറ്റക്കെട്ടായിട്ടുള്ള ഈ എതിർപ്പ്, ചെറുത്തുനിൽപ്പ്, സഭയിൽ അവർ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ, അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങൾ സഭയുടെ ഉള്ളടക്കത്തെ, സഭയുടെ ഉദ്ദേശത്തെ, ജനാധിപത്യ പ്രക്രിയയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന തരത്തിലായിരിക്കും എന്നുകൂടി ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. റൈറ്റ്, തീർച്ചയായും. അതായത് പാർലമെന്റ് തുടരുന്നൊരു പശ്ചാത്തലത്തിൽ ഈ നിലപാടും ഈ സമീപനവും കേന്ദ്ര സർക്കാർ തുടർന്നാൽ അത് അംഗീകരിച്ചു കൊടുക്കാനാവില്ല എന്ന നിലയിൽ തന്നെ പ്രതിപക്ഷം മുന്നോട്ട് പോവുകയും പ്രതിഷേധം ശക്തമാവുകയും അത് പാർലമെന്റ് സ്തംഭനം തുടരുന്നതിനും ഇടയാക്കും. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ശരിയായ അന്വേഷണം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യത്തിലേക്ക് രാജ്യം എങ്ങനെ ചെന്നെത്തും എന്നുള്ളതാണ് ഇവരും ഉറ്റുനോക്കുന്നത്. അവിടെയാണ് നേരത്തെ അഡ്വക്കേറ്റ് രശ്മിത സൂചിപ്പിച്ചതുപോലെ, പ്രൊഫസർ AG ജോർജ് വലിയ പ്രത്യാശ പ്രകടിപ്പിച്ചതുപോലെയുള്ള സുപ്രീം കോടതിക്ക് മുൻപാകെ വന്നിട്ടുള്ള ഹർജി, ജോൺ ബ്രിട്ടാസ് MP കൊടുത്തിട്ടുള്ള ഹർജി, ഇപ്പോൾ ഈ ചർച്ചയിൽ അത്തരം വിവിധ തലങ്ങളിലുള്ള ശരിയായ ഇടപെടൽ പാർലമെൻറ്റിനകത്തും പുറത്തുമൊക്കെ നടന്നു വരുന്നതിനെയാണ് പൊതുവിൽ ഈ ചർച്ചയിലൂടെ വിലയിരുത്താൻ ഏറെക്കുറെ ശ്രമിച്ചിട്ടുള്ളത്. വളരെയധികം നന്ദി 3 പേർക്കും ഞങ്ങൾക്കൊപ്പം സഹകരിച്ചത്.